हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवन पुरेशन की जय ഗുരുവായൂർ മഞ്ജരീസിലെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം ശ്രീ മാത്രേ നമഃ. ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ് മൂകാംബിക ദേവിയുടെ. വളരെ മനോഹരമായ പാട്ടാണ് അല്ലേ? ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മുടെ ഇന്നലെ വരെയുള്ള എല്ലാ കഷ്ടപ്പാടുകളും ജീവിതത്തിൽ നിന്ന് മാറട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇപ്പോൾ ഇന്ന് സ്കന്ദഷഷ്ടിയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഷഷ്ടി ദിവസം വ്രതമെടുക്കുന്നതും സുബ്രഹ്മണ്യ സഹസ്രനാമം ജപിക്കുന്നതും നമ്മുടെ കുട്ടികൾക്ക് സർവ്വ ഐശ്വര്യമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്കും മൂകാംബിക ദേവിയുടെ നടയിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു ഐശ്വര്യമായ കാര്യമാണ്. അത് മാത്രമല്ല, നവദുർഗാ ഭാവങ്ങളിൽ സ്കന്ദമാതയായിട്ട് ദേവിക്ക് ഒരു സ്ഥാനമുണ്ട്. അറിയാലോ, സ്കന്ദമാതയുടെ കഥയൊക്കെ മൂകാംബികയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? നവദുർഗ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ സ്കന്ദമാതയ്ക്ക് സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഹാപ്പിയാണോ എല്ലാവരും? അല്ലേ? ആണോ? ഞാനിനി ആരുടെയും കമൻറ്റ് വായിക്കുന്നില്ല. അതിൻ്റെ പേരിലൂടെ അടി നടക്കുന്നുണ്ട്, ഭയങ്കര വഴക്കം നടക്കുന്നുണ്ട്. LKG പിള്ളേർ, ഗുരുവായൂർ മഞ്ജരീസിലെ ക്ലാസ് കാണുന്നവർ. മാതാജി എൻ്റെ കമൻറ്റ് വായിച്ചില്ല, എനിക്ക് ശേഷം ഇട്ട ആളുടെ കമൻറ്റ് വായിച്ചു. ഇതാണ് ഇപ്പോഴത്തെ അടുത്ത കംപ്ലൈൻറ്റ്. LKG കുട്ടികൾ വീട്ടിലെത്തുമ്പോൾ നമ്മളൊക്കെ വലിയ വലിയ അമ്മ, അച്ഛൻ, സഹോദരി, സഹോദരന്മാർ, ടീച്ചർ, മാനേജർ, ആ ഭാവത്തിലേക്കൊക്കെ മാറും. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ലൈവ് പേജിൽ വരുമ്പോഴോ കുഞ്ഞുങ്ങളെക്കാൾ കുഞ്ഞുങ്ങളായി മാറുകയാണ്. മാതാജി എൻ്റെ കമൻറ്റ് വായിച്ചില്ല, എനിക്ക് ശേഷമൊട്ട മോനപ്പൻ പ്രഭുവിൻ്റെ കമൻറ്റ് വായിച്ചു. ഇതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. അയ്യോ നാരായണ. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത്. മാതാജിക്ക് എന്നോട് ദേഷ്യമാണ്. ഞാൻ കണ്ടില്ല കമന്റ്, സത്യമായി ഞാൻ കണ്ടില്ല. ഞാൻ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സുരേഷ് മോനപ്പൻ പ്രഭു കമന്റ് ഇട്ടത്. അപ്പോൾ സുരേഷ് മോനപ്പൻ പ്രഭു എൻ്റെ കമന്റ് മാതാജി വായിച്ചു. എൻ്റെ കമന്റ് അതിൻ്റെ മുകളിലുണ്ടായിരുന്നു, എന്നിട്ട് വായിച്ചില്ല. നോക്കിക്കേ. പക്ഷെ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ അയക്കുന്ന ആ ഒരു വരിക്ക് ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമാണ് ഞാൻ അതിൽ നിന്ന് തിരിച്ചറിയുന്നത് അല്ലേ? ആ സന്തോഷം കിട്ടാതെ വരുമ്പോഴല്ലേ വഴക്കിടാൻ വരുന്നത്. ഗ്രേറ്റ്. ഞാനത് വായിക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് പിണങ്ങുന്നത്. അപ്പം എത്ര പ്രിയപ്പെട്ടവരായിരിക്കും നിങ്ങൾക്ക് ഞാൻ, എനിക്ക് നിങ്ങൾ, നമ്മൾ. ഓക്കെ, നമുക്കപ്പോൾ ഗീതാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ചെയ്യണ്ടേ? വേണോ? വേണ്ടേ? വേണം. യെസ്, ലാലി മന്ദജ്. നോക്കൂ, നമ്മുടെ ക്ലാസ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ വേറെ വേറെ കുറേ ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്. സത്യത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കും, അവരൊക്കെ ചിലപ്പോൾ പകുതി ആൾക്കാർ മഞ്ജരീസായിട്ട് ബന്ധം ഉണ്ടാവില്ലല്ലോ. അപ്പം അവരിങ്ങനെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പം ഇവർ ചുമ്മാ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ചിന്തിക്കും. പക്ഷെ അല്ലാട്ടോ, ഞാൻ എൻ്റെ മഞ്ജരീസ് കുടുംബത്തിനോട് ഇങ്ങനെ എന്താ പറയുക, എൻ്റെ സ്നേഹവും നിങ്ങളുടെ സ്നേഹവും ഒക്കെ പങ്കുവയ്ക്കുന്ന കുറച്ച് സമയം മാത്രമാണ് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു ചെറിയ ടൈം. അതുകൊണ്ട് ക്ലാസ് ലൈവ് കാണാത്ത ആൾക്കാരുടെ കയ്യിൽ ഈ വീഡിയോ കിട്ടുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞങ്ങളൊരു കുടുംബമാണ്. ഞങ്ങളുടെ സ്നേഹവും കുഞ്ഞു കുഞ്ഞു പരാതികളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നൊരു ടൈമായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ആദ്യത്തെ 10 മിനിറ്റ്. പാട്ട്, എല്ലാവർക്കും വരാനുള്ള സമയം, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. മഞ്ജരീസിൽ വരുമ്പോഴാണ് റിലാക്സ് ആവുന്നത്, അപ്പോഴാണ് പരാതി പറയുന്നത്. നിങ്ങളെല്ലാവരുടെയും പരാതി കേൾക്കാൻ ഞാനിവിടെയുണ്ട്. കിച്ചൂട്ടനുണ്ട്, രാധാറാണിയുണ്ട്. എന്താണിപ്പോൾ മെസ്സേജ് ഇട്ടാൽ മൈൻഡ് ചെയ്യാത്തത്? അവാർഡൊക്കെ കിട്ടിയത് അറിഞ്ഞു, ആശംസകൾ. അടുത്ത ആള് അവാർഡ് കിട്ടിയില്ലല്ലോ, എനിക്കല്ലല്ലോ അവാർഡ്, മഞ്ജരീസിനല്ലേ. ഞാനിപ്പോൾ മെസ്സേജ് മൈൻഡ് ആക്കിയില്ലേ?
ഷഷ്ടി സ്കന്ദഷഷ്ടി വ്രതം പൊതുവെ ഞാൻ എടുക്കുന്നത് ഇന്നലെ മുതൽ, എന്നിട്ട് നാളെയാണ് ഞാനത് വീടാറ്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഷഷ്ടിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ വെച്ചിട്ട് വ്രതം മുറിക്കുന്നത്. ഇനി ആരുടെ മെസ്സേജാ ഞാൻ മൈൻഡ് ആക്കാത്തത്? അടുത്ത കംപ്ലൈൻറ്റ് പോരട്ടെ, നോക്കട്ടെ. എൻ്റെ LKG സ്റ്റുഡൻസ് ചേച്ചിമാർ, LKG സ്റ്റുഡൻസ് അമ്മമാർ, LKG സ്റ്റുഡൻസ് സഹോദരങ്ങൾ ആരാ ഉള്ളത്? എൻ്റെ മോൻ്റെ ആടൊക്കെ മാറി മിടുക്കനാവാൻ പ്രാർത്ഥിക്കണേ. മോൻ്റെ എന്ത് മാറിയിട്ട് പ്രാർത്ഥിക്കാം? എന്ത് മാറിയിട്ടാ? ഞാൻ വിചാരിച്ചു എന്നെ മറന്ന് കാണുമെന്ന്. അങ്ങനെ മറക്കുമോ ലാലി മാതാജി? ഞാൻ 2-ാം തീയതി മുതൽ വ്രതമാണ്, ദർശനയും ശ്യാമും. മക്കൾക്ക് വേണ്ടിയിട്ട് സ്കന്ദഷഷ്ടി വ്രതം, മാസങ്ങളിലുള്ള ഷഷ്ടി വ്രതമൊക്കെ ഭയങ്കര സംഭവം. എത്ര തലതെറിച്ച പിള്ളേരും ശരിയാവും. പക്ഷെ ആ തലതെറിക്കലൊക്കെ ആ സമയത്തേ ഉള്ളൂ കേട്ടോ. ഗുരുവായൂർ മഞ്ജരീസ് ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ഷിജിന മാതാജി, മാതാജിയോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. മാതാജി ഒരിക്കലും മാതാജിയുടെ കണ്ണൂരുള്ള അവരുടെ ഒരു ദേശക്ഷേത്രത്തിലേക്ക് പ്രഭാഷണത്തിന് വിളിച്ചു. ഭയങ്കര നല്ല ക്ഷേത്രം, കരിനീലിക്കാവ്, നീലിയാർ ഭഗവതി, നല്ല ക്ഷേത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ക്ഷേത്രം. അതിന് ഞാൻ ഷിജിന മാതാജിയോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ നല്ല ടേസ്റ്റി ഫുഡ്, ഭയങ്കര ടേസ്റ്റി ഫുഡ്. മാതാജിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാന്ന് തോന്നുന്നു ആ ചേച്ചിയും, പിന്നെ മാതാജിയുടെ അമ്മ ഒക്കെ കൂടെ ഉണ്ടാക്കി തന്നത്. അമ്മയുടെ ഹസ്ബൻഡിൻ്റെ, അതായത് മാതാജിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ പേരിൽ, അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു, അന്നദാനമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു. സൂപ്പർ. എനിക്ക് പിണക്കമില്ല മാതാജി. പാവം ബീജേട്ടൻ ഒരു പാവം. ഗുരുവായൂർ ഇനി എന്ന് കാണും? ഗുരുവായൂർ ഞാനിപ്പോൾ ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ വരും. പക്ഷെ വന്ന് ഞാൻ അങ്ങനെ പോവും, സ്റ്റേ ഇല്ല. ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ വന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് പോവും. സ്റ്റേക്കുള്ള സമയമില്ല. അവിടെ നിന്ന് കാലിക്കറ്റ് പോകണം, ഒന്ന് എറണാകുളം പോകണം. എറണാകുളത്തൊരു 2 ദിവസത്തെ മാക്സിമം ഒരു 1-2 ദിവസത്തെ ഷൂട്ട്, അതൊന്ന് തീർത്ത് കൊടുക്കണം. തിരിച്ച് അത് കഴിഞ്ഞ് വന്നിട്ട് നേരെ മൂകാംബിക പോകണം നവചണ്ഡികാ ഹോമത്തിന്. അവിടുന്ന് വന്നിട്ട് നേരെ വൃന്ദാവന യാത്ര പോകണം. പക്ഷെ ലൈവ് മിസ് ചെയ്യുന്നില്ല. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വൈഫൈ കിട്ടുന്നിടത്ത് വെച്ചിട്ട് ലൈവ് എടുക്കും. ഇനി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? പിന്നെ പിണങ്ങാൻ പാടില്ല ആരും, അതുകൊണ്ടാണ്. ഇല്ല, തുടങ്ങട്ടെ എന്നാ ക്ലാസ്. ഒരു പെണ്ണ് തരണേ ബിന്ദുമ്മ. നമ്മൾ കുറേ നാളായി ഭഗവത്ഗീത എടുത്തിട്ട്, ഇന്ന് നമുക്ക് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? മാതാജി മഹാഭാരതം ബുക്ക് കിട്ടി, ഞാൻ മെസ്സേജ് ഇട്ട് നോക്കാം. കുഴപ്പമില്ല. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടിയാൽ മതി. പേയ്മെൻറ്റ് ഞാൻ പിന്നെ കളക്ട് ചെയ്തോളാം, അതൊന്നും വിഷയം. നമ്മുടെ ആൾക്കാരല്ലേ, സമയമായാലും എനിക്ക് അവിടെ വാങ്ങിയെടുത്ത് കൊടുക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കും. അല്ലാതെ ഞാൻ അയച്ച ഒട്ടനെ ആരും വിളിക്കില്ല. ഡീലേഴ്സിൻ്റെ അടുത്ത് അവിടെ കൊടുക്കേണ്ട ടൈം വരുമ്പോൾ മാത്രമേ ഞാൻ വന്ന് പൈസ ചോദിക്കും. അറിയാമല്ലോ എല്ലാവർക്കും, നമ്മൾ എന്ത് സാധനം അയച്ചാലും കുറച്ച് സമയം എടുത്തിട്ട്. നളിനി മാതാജി പേയ്മെൻറ്റ് വാങ്ങും. നക്കുൽ കുങ്കുമം വേണ്ടേ? അയച്ചുതരാം കേട്ടോ. നകുൽ എപ്പോഴും വിളിക്കും, മാതാജി എൻ്റെ മൂകാംബിക പ്രസാദം, എൻ്റെ കുങ്കുമം. ഞാൻ എത്തിയിട്ട് അയച്ചുതരാം. വീണ്ടും വിളിച്ചു, മാതാജി എൻ്റെ കുങ്കുമം. വിജയലക്ഷ്മി മാതാജി മോളോട് അന്വേഷണം പറയണം കേട്ടോ. വൃന്ദ മാതാജി, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്. ഭഗവത്ഗീത യഥാരൂപത്തില് 30-ാമത്തെ ശ്ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അധ്യായം 6. എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവും, ക്ഷമിക്കണം, എൻ്റെ തെറ്റാണ്. നമുക്ക് അധ്യായം 6 30-ാമത്തെ ശ്ലോകമാണ്. എന്താണ് 30-ാമത്തെ ശ്ലോകം? സൂപ്പർ ഷിജിന മാതാജി, താങ്ക്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ബുക്സ്, ചെടി. ഇത് രണ്ടും ഗിഫ്റ്റ് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം, ചെടിയും ബുക്സും. നോക്കാം രാജീവ് പ്രഭു, ഞാൻ നോക്കാം കേട്ടോ, മെസ്സേജ് നോക്കാം. പിന്നെ അങ്ങ് മലയ്ക്ക് പോകണില്ലേ ഈ പ്രാവശ്യം രാജീവ് പ്രഭു? സത്യഭാമ അമ്മ ഹലോ. എല്ലാവരും മലയ്ക്ക് പോകും കേട്ടോ, സാധിക്കുന്നവര്. ഇനി ആരെങ്കിലും നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ 41 ദിവസത്തെ വ്രതം എടുക്കണം കേട്ടോ. നമ്മുടെ ഇത് മണ്ഡലമാസ വ്രതമൊക്കെ എടുക്കണം കേട്ടോ.
അധ്യായം 6 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യോ മാം പശ്യന്തി സർവത്ര സർവം ചമയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്? യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവൻ, ആരാണോ, മാം, മാം എന്ന് പറഞ്ഞാൽ എന്നെ, സർവത്ര, സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, പശ്യതി ദർശിക്കുന്നു. അപ്പോ ആരാണോ എന്നെ സർവ്വതിലും കാണുന്നത്, നമ്മൾ ക്ലാസ്സിൽ പഠിക്കാറുണ്ട് എല്ലാത്തിലും ഭഗവാനെ ദർശിക്കണം എന്നല്ലേ. അപ്പം എല്ലാത്തിലും നമ്മൾ ഭഗവാനെ കാണണം. അപ്പൊ പറയുന്നു, എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനെയും നഷ്ടപ്പെട്ടു പോകില്ല. കാരണം ശ്രീമദ് ഭാഗവതത്തിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും ഭഗവാൻ പറയുന്ന വാക്കുകളാണ്, അതിൽ ഒരു കളവില്ല. മനസ്സിലാവുന്നില്ലേ? അതീന്ദ്രിയ സത്യമാണ് ഭഗവത്ഗീത. അതിലൊരിക്കലും എന്തില്ല? കളവുമില്ല, ചതിയുമില്ല. അപ്പോൾ ആ അതീന്ദ്രിയ സത്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഭഗവാൻ തരുന്ന ഒരു ജീവിക്കാനുള്ള മാനുവലാണ് ഭഗവത്ഗീത. ഞാൻ ക്ലാസ്സിൽ പറയുന്നത് പോലെ ഒരു ടോയ് വാങ്ങുമ്പോൾ, ഇപ്പൊ കിൻഡർ ജോയ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലേ, അതിൻ്റെ ഉള്ളില് ഒരു മാനുവൽ ഉണ്ട്. ആ മാനുവൽ എന്തിനാണ്? അതിനുള്ളിലുള്ള ടോയ് എങ്ങനെ സെറ്റ് ചെയ്യുമെന്നറിയാം. അപ്പൊ ആ ടോയിയെ എങ്ങനെ ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ആരോ എൻ്റെ അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ ഹായ് അമ്പിളി വരില്ല. അപ്പോൾ ആ ഒരു മാനുവല്. അപ്പൊ അതേപോലെ മനുഷ്യന്മാരായിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കേണ്ട ഒരു മാനുവലാണ് എന്ത്? ഭഗവത്ഗീത. ഈ മാനുവല് നമ്മൾ എപ്പോഴാണോ കിൻഡർ ജോയ് വാങ്ങുന്നത്, എപ്പോഴാണോ അത് ഓപ്പൺ ചെയ്യുന്നത്, അപ്പോഴാണ് ആ ടോയ് കിട്ടുന്നതും ആ മാനുവൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഭഗവത്ഗീത കിട്ടില്ല, എപ്പോഴെങ്കിലാണ് നമുക്ക് കിട്ടുക, ഏതെങ്കിലും ഒരു സമയത്ത്. ഇനി ഗീത വാങ്ങി വെച്ചാലും ഒരു പക്ഷേ നമുക്കത് ഉടനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമസ്തേ പ്രഭുജി, ഉടനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് യൂസ് ചെയ്തോളണമെന്നില്ല. ചിലപ്പോൾ സമയമെടുക്കും, അതിൻ്റെതായ ഒരു സമയമുണ്ട്. അതുവരെ നമ്മളിങ്ങനെ പല വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാം കഴിഞ്ഞ്, ജയ് ശ്രീ രാധേ രാധേ, എല്ലാം കഴിഞ്ഞ് ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഗീത നമ്മളെ കയ്യിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും എന്താ കാര്യം? നമുക്ക് ഉടനെ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓപ്പൺ ചെയ്ത് അതിനും ഒരു സമയമുണ്ട്. ആ സമയത്താണ് നമുക്ക് ആ ഗീത മനസ്സിലാവുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞാലോ നമ്മുടെ ജീവിതം പഴയതിനേക്കാളും കുറച്ചും കൂടെ വേറൊരവസ്ഥയിലേക്ക് പോകും. മനസ്സിലായില്ലേ? വേറൊരവസ്ഥയിലേക്ക് പോകും. ശോഭ മാതാജി, ദിവ്യ മാതാജി, മോഹിനി മാതാജി, എല്ലാവരും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. പേര് വായിച്ചില്ല എന്ന് പറയും, ബഹളം ഉണ്ടാക്കരുത്, വിഷമിക്കരുത് ആരും. അല്ല, നിങ്ങൾ ഉണ്ടാക്കി എന്നല്ല പറയുന്നത്, ഞാൻ കാണുന്നുണ്ട്. ഓ അനു, ബർത്ത്ഡേ ആണോ? എന്റെയും ഗുരുവായൂർ മഞ്ജരീസിന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. 1000 നന്മകൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധിയും അഷ്ട ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പിറന്നാളിനേക്കാളും കെങ്കേമമായ സമ്പൽ സമൃദ്ധിയുടെ, അഷ്ട ഐശ്വര്യത്തിന്റെ, സുഖത്തിന്റെ, സമാധാനത്തിന്റെ, ഭക്തിയുടെ, ആത്മീയ ഉന്നതിയുടെ ഒരു പിറന്നാളാവട്ടെ ഇന്നത്തെ ദിവസം. മുന്നോട്ടേക്കും ഇനിയുള്ള കാലങ്ങൾ വളരെ സമാധാനമായി തീരട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരവസ്ഥയായിരിക്കില്ല പിന്നീട് അങ്ങോട്ടേക്ക് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവത്ഗീതയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനം നമുക്ക് ലഭിക്കാൻ ഒരു പ്രത്യേക സമയമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കിട്ടിക്കഴിയുമ്പോൾ 6ാമത്തെ അധ്യായം മാതാജി, 6ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീത യഥാരൂപം കയ്യിലുണ്ടെങ്കിൽ കയ്യിലെടുത്ത് വെച്ചോളൂ. 6ാമത്തെ അധ്യായത്തിൽ പേജ് നമ്പർ 354. ഓക്കെ, പേജ് നമ്പർ 354. ചിലപ്പോൾ അധ്യായം എടുക്കാൻ അറിയാത്തവരുണ്ടാവാം. അപ്പോൾ ഭഗവത്ഗീത യഥാരൂപം ശ്രീല പ്രഭുപാജിയുടെ ഇത് കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ എനിക്ക് മഞ്ജരീസിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. 93 42 49 49 41 ഞാൻ അയച്ചു തരാം. അതിൽ പേജ് നമ്പർ 354 എടുത്തു വെക്കൂ കേട്ടോ. അപ്പോ മറ്റുള്ളവര് ചിന്തിക്കും, എന്താ ഇവർക്ക് വട്ടാണ്, ഇവര് സത്സംഗം കേൾക്കുന്നു, ഇവർ ഉള്ളി കഴിക്കുന്നില്ല, വെളുത്തുള്ളി കഴിക്കുന്നില്ല, സവാള കഴിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല, കാപ്പി കുടിക്കുന്നില്ല, നോൺ വെജ് കഴിക്കുന്നില്ല, ഇങ്ങനെ ഒരു ചിന്ത വരും. ഇതൊന്നുമല്ല, ആ വ്യക്തി ഭഗവാന്റെ പാതയിലൂടെ നടക്കാൻ ആരംഭിച്ചു.
അവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാവുന്നത്. അപ്പൊ ഭഗവത്ഗീതയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട്. ഭഗവത്ഗീത ജീവിതത്തിൽ വരുന്ന നിമിഷമുണ്ട്. അത് കയ്യിൽ കിട്ടിയാലും അത് വായിക്കേണ്ട സമയമുണ്ട്. ആ സമയം കിട്ടിയാലും നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കേണ്ട സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ധൃതി പിടിക്കേണ്ട ഗീതയുടെ കാര്യത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ പറയുന്നു എവിടെയും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന്. ശരിയാണ്, സമസ്ത ചരാചരങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. ആ സമസ്ത ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഭഗവാനെ ആ കണ്ണിലൂടെ നമ്മൾ ദർശിക്കാൻ പഠിക്കണം. എങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ കാണുന്ന എല്ലാത്തിലും ജീവനുള്ളതും ഇല്ലാത്തതുമായതിൽ മരപ്രഭുവാണ്, അമരപ്രഭുവുമാണ് ഭഗവാൻ. ജീവൻ ഉള്ളതിന്റെയും ജീവൻ ഇല്ലാത്തതിന്റെയും അധിപതിയാണ് ഭഗവാൻ. ആ ഭഗവാനെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? കാണാൻ പറ്റും. ആ രീതിയിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ഭഗവാൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായി? ഭഗവാന് നമ്മളെയും നഷ്ടപ്പെടില്ല. സദാ സ്മരിച്ചുകൊണ്ടിരുന്നാൽ, സദാ സർവ്വതിലും ഈശ്വരനെ കാണാൻ സാധിച്ചാൽ അവിടെയാണ് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം. മനസ്സിലാവുന്നുണ്ട്? കൃഷ്ണാവബോധം ഉദിച്ച ഒരു വ്യക്തി, നമ്മൾ പറഞ്ഞില്ലേ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വഴിക്ക് ജീവിക്കണം എന്ന ബോധം വന്ന ഒരു വ്യക്തി ഭഗവാനെ എല്ലായിടത്തും കാണും, സർവ്വതിലും കാണും. നമ്മുടെ മുന്നിൽ നമ്മുടെ ഒരു ശത്രുവാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അവരിലും നമ്മൾ കാണും. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സഹായിക്കുന്നവരിൽ മാത്രമല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ശത്രുവിൽ പോലും നമ്മൾ ഈശ്വരനെ കാണാൻ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ സാത്വികതയിൽ എത്തുന്നത്. അല്ലാണ്ട് നമ്മൾ എത്തില്ല. എല്ലാം കൃഷ്ണനിൽ അധിവസിക്കുന്നു എന്ന് കാണുന്നു. ശരിയല്ലേ? എല്ലാം കൃഷ്ണനിലാണുള്ളത്. ഒന്നും കൃഷ്ണനിൽ നിന്ന് വേർപെട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാം കൃഷ്ണനിലാണുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണനിൽ നിന്ന് വേർപെട്ട് ഒന്നുമില്ല. സർവം കൃഷ്ണാർപ്പണമസ്തു. അദ്ദേഹത്തിലാണ് സമസ്തവും കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെ എല്ലാം കൃഷ്ണശക്തിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. നമസ്തേ അച്ഛ. എല്ലാം കൃഷ്ണശക്തിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. സർവ്വതിലും ഈശ്വരനെ കാണുന്ന നമുക്ക് മനസ്സിലാവും. മഴ പെയ്യുന്നു, അത് ആരുടെ ശക്തിയാണ്? ഭഗവാന്റെ ശക്തി. സൂര്യൻ ഉദിക്കുന്നു, ആരുടെ ശക്തി? ഭഗവാന്റെ ശക്തി. വെയില് വരുന്നു, ഭഗവാന്റെ ശക്തി. രാത്രി പോയി പകലാകുന്നു, പകല് പോയി രാത്രിയാകുന്നു. ഋതുഭേദങ്ങൾ മാറി മറിയുന്നു. ജനനവും മരണവും സാധിക്കുന്നു. ജനനത്തെ ഒരാൾക്കും അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. ജനിക്കേണ്ടതാണ് എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ചിരിക്കും. മരണത്തെ ഒരാളെ കൊണ്ടും തടുക്കാൻ കഴിയില്ല. മരിക്കേണ്ടതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മരിച്ചിരിക്കും. ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മരണം നടന്നിരിക്കും. ഈ രണ്ടെണ്ണത്തിനെയും, നമസ്തേ ദിവ്യം ചേട്ടാ, മരണത്തെയും ജനനത്തെയും തടയാൻ സാധിക്കാത്ത ഒരു ടെക്നോളജിയും ഈ ലോകത്തില്ല. അപ്പൊ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് സർവ്വതിലും കുടികൊള്ളുന്നത്. സർവ്വതിന്റെയും അധിപതി അദ്ദേഹമാണ്. അദ്ദേഹത്തിൽ നിന്ന് വേറിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, ഒരിക്കലും സംഭവിക്കുന്നില്ല. ഭഗവാൻ നിശ്ചയിക്കുന്നു ഇന്ന ദിവസം ഇന്ന ആളുടെ കയ്യിൽ ഇത്ര രൂപ വേണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൂടെ ഇവർക്ക് ഇത് കിട്ടണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചാൽ അത് കിട്ടിയിരിക്കും. അത് ആരെ കൊണ്ടും തടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഭഗവാന് നമ്മൾ അടിമപ്പെടണം. മനസ്സിലായില്ലേ? ഭഗവാൻ ഒരു അടിമയായി നമ്മൾ ജീവിക്കണം. നമ്മൾ ഭഗവാന്റെ മുന്നിൽ ശിരസുയർത്തി പ്രാർത്ഥിക്കാൻ പോലും കഴിവില്ലാത്ത വ്യക്തികളാണ്. അതിന് പോലും യോഗ്യതയില്ലാത്തവരാണ് നമ്മൾ. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനെയോ അമ്മയോ ഭർത്താവിനെയോ ഭാര്യയോ നമ്മളൊരു 10 പ്രാവശ്യം വേദനിപ്പിച്ചു, 11ാമത്തെ പ്രാവശ്യം അവർ നമ്മളെ സ്വീകരിക്കോ? ഇല്ല. കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട് ഈശ്വരനെ വേദനിപ്പിച്ച വെറും വിഡ്ഢികളായ ജന്മങ്ങളാണ് നമ്മൾ. എന്നിട്ടും നമ്മൾ അദ്ദേഹത്തോട് ഈ ജന്മത്തിലും അത് വേണം ഇത് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ വേണ്ടത്? അദ്ദേഹത്തോട് ഒന്നും ആവശ്യപ്പെടണ്ട. യഥാസമയത്ത് എന്ത് വേണമോ അത് അദ്ദേഹം നമുക്ക് തരും. നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല ഒരു ജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത്. പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലമായിട്ടാണ് നമ്മളൊരു ജന്മം എടുത്തിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല ഒരു മരണം നമുക്ക് കിട്ടുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ജന്മം പോലും സൂയിസൈഡ് ചെയ്യാൻ നമ്മൾ പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് മോക്ഷവും ഇല്ല, മുക്തിയില്ല. വീണ്ടും നമ്മൾ ഇവിടെ അനുഭവിക്കുകയാണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. അപ്പോൾ 1ാമത്തെ ദിവസം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു, 10ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ആ കാര്യം തീരാറായി. അപ്പൊ ആരേലും വന്നിട്ട് ഇപ്പോ ഒന്നും വേണ്ട, നമ്മളൊരു കഷ്ടപ്പെട്ട് നമ്മളൊരു ഇത് ചെയ്യണം, ഒരു പെയിന്റ് ചെയ്യണം, ഒരു ഫോട്ടോ എടുത്തിട്ട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര മനോഹരമായ ഒരു പെയിന്റ്. 10ാമത്തെ ദിവസം അത് തീരാറായി. അപ്പൊ ആരെങ്കിലും കൊണ്ടുവന്ന് അതിലൊരു വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക?
വീണ്ടും നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാം. അപ്പൊ ആ 10 ദിവസങ്ങൾ നമ്മൾ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും വീണ്ടും നമ്മൾ അനുഭവിക്കണം അല്ലെ, അതിനൊരു റിസൾട്ട് ഇല്ലാതെ പോകണം. അതേപോലെയാണ് നമ്മൾ സൂയിസൈഡ് ചെയ്താൽ സംഭവിക്കുന്നത്. 30ാമത്തെ വയസ്സിൽ ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അവൻ 60 വയസ്സ് വരെ ജീവിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ 30ാമത്തെ വയസ്സ് വരെ അവൻ എന്തെല്ലാം അനുഭവിച്ചു അതെല്ലാം വീണ്ടും അനുഭവിക്കണം. വീണ്ടും അത് ചക്രം തിരിഞ്ഞു വരികയാണ്. ആ 30 കൊല്ലം അനുഭവിച്ചത് വീണ്ടും അനുഭവിച്ചിട്ടേ 31ാമത്തെ വയസ്സിലേക്ക് നമ്മൾ കടക്കും. അതിന്റെ വല്ല ആവശ്യമുണ്ട്? അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മൾ അനുഭവിക്കേണ്ട കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കയറ്റവും ഇറക്കമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ഇറക്കം ഒരുപക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഈശ്വര ഇത് എനിക്ക് മാത്രമാണോ ഈ ദുർവിധി എന്ന് ചിന്തിക്കും. അല്ല, എല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്ന എനിക്കും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? അതെല്ലാം തരണം ചെയ്യുക. അതിനെല്ലാം ഈശ്വരനെ മുറുകെ പിടിച്ച് തരണം ചെയ്യുക. ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഇതെനിക്ക് ഈ വേദന എനിക്ക് സഹിക്കാനുള്ള ശക്തി നൽകൂ ഭഗവാനെ. അല്ലാതെ വേദന ഇല്ലാതാക്കി തരുമെന്ന് നമുക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. ദിവ്യ നമ്മളെ മഞ്ജരീസിന്റെ കോൾ അടിക്കും. അവകാശമില്ല. കാരണം എന്താ? നമ്മൾ ചെയ്തതിന്റെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിലാണ്? ഒരാൾ നമ്മളോട് അകാരണമായി ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ എന്തുകൊണ്ട് അവരോട് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നില്ല? കാരണം അത് നമ്മൾക്ക് ഏതോ ജന്മത്തിൽ കിട്ടേണ്ട ഒരു കടമായിരുന്നു. അത് മനസ്സിലാക്കി മിണ്ടാതിരിക്കുക. ഇനി അങ്ങനെ ഒരു കടമില്ല എങ്കിൽ ആ വ്യക്തിയുടെ പാപത്തിൽ ചേർത്ത് വെക്കുന്ന കർമ്മഫലമാണത്. നാളെ അവർക്ക് വേറെ സ്ഥലത്തുനിന്ന് കിട്ടും. രണ്ടായാലും നമ്മൾ നിശബ്ദമായിരിക്കുക. മനസ്സിലാകുന്നത്? നമ്മൾ ആഗ്രഹിച്ചു പോയിച്ചൊരു സംഭവം കിട്ടിയില്ലേ നമ്മൾ ഓർക്കുക, അത് ഇപ്പൊ കിട്ടേണ്ട ഒരു കാര്യമല്ല. ഈശ്വരൻ അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ലോണം പഠിച്ചിട്ടും നമ്മളൊരു ക്ലാസ്സിൽ തോറ്റുപോയി, ഒന്നും വിഷമിക്കേണ്ട. കാരണം എന്താ? ഇപ്പൊ തോറ്റാലേ നമുക്ക് വേറെ ഏതോ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെ എത്താൻ ഒരു സമയമുണ്ട്. ആ സമയത്തെ അവിടെ എത്താൻ പാടും. അതിനാണ് ഇവിടെ ഒരു ഡിലേ വന്നിരിക്കുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പഠിക്കാതെ മണ്ടൻ ശിരോമണി കളിച്ചിട്ട് തോറ്റ കാര്യമല്ല പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഭഗവാൻ ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. മനസ്സിലാവുന്നത്? അപ്പൊ ആ സമയത്തിന് വേണ്ടിയിട്ട് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. സർവ്വതിലും ഈശ്വരനെ കാണാൻ പഠിക്കണം. എന്തിലും ഏതിലും. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ ഏതെങ്കിലും കുടുംബത്തൊക്കെ ഹസ്ബൻഡ്സും വൈഫും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഒരു കാരണവശാലും തിരിച്ചൊന്നും പറയരുത്, ബഹളം വെക്കാതിരിക്കുക. കാരണം ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ഒരു പര്യവസാനമുണ്ട് നമുക്ക്. ആ പര്യവസാനം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെ നമ്മൾ ക്ഷമയോടെ ഇരിക്കുക. ഓക്കെ? അതിനാൽ അവ ഓരോന്നും കാണുമ്പോഴും അയാൾ കൃഷ്ണനെ കുറിച്ച് ബോധവാനാണ്. ഭഗവാന്റെ സൃഷ്ടികളായിരിക്കുന്ന ഓരോന്നിനെ കാണുമ്പോഴും അതൊക്കെ ഭഗവാന്റെ കഴിവ്. ഇപ്പൊ മഴ പെയ്യുന്ന സമയത്ത് നല്ലൊരു കട്ടൻ ചായം വെച്ച് ടെറസിന്റെ മുകളിൽ ബാൽക്കണിയിൽ ഇരുന്ന് മഴയെ ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരപ്പൊ പ്രണയത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഓരോ മഴത്തുള്ളികളും ഇങ്ങനെ ഇലകളിൽ വന്ന് വീണ് ഇലയുടെ തുമ്പിൽ നിന്ന് അത് താഴേക്ക് വീണ് ഇങ്ങനെ താഴെ വരുമ്പം അവിടെ ഒരു മനോഹാരിതയുണ്ട്. പക്ഷെ ആ മനോഹാരിത ആരുണ്ടാക്കി? ആകാശത്തിൽ നിന്ന് മേഘങ്ങൾ ഇങ്ങനെ മാറി അതിൽ നിന്ന് വെള്ളം വരുന്നു, അത് മഴയായി പെയ്യുന്നു, അതിന്റെ തണുപ്പ് നമ്മൾ അനുഭവിക്കുന്നു, അതിൽ നിന്ന് ഒരുപാട് ചെടികൾ ജനിക്കുന്നു. ഇതൊക്കെ ആരുടെ സൃഷ്ടിയാണ്? ഇതിന്റെ പിന്നിലൊക്കെ ഏത് ശക്തിയാണ് പ്രവർത്തിക്കുന്നത്? ആ ശക്തിയുടെ പേരാണ് കൃഷ്ണൻ. മനസ്സിലായില്ലേ? ആ ശക്തിയുടെ പേരാണ് കൃഷ്ണൻ എന്നുള്ളത്. വളരെ നിസാരമായി പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാല് വെച്ച് മെതിക്കുന്ന ഓരോ പുൽക്കൊടി തുമ്പിലുമുണ്ട് ഓരോ ജീവൻ. ആ ഓരോ ജീവനിലുമുണ്ട് ഓരോ ആത്മാവ്. ആ ഓരോ ആത്മാവിനോടൊപ്പവും പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ ബൈബിള് വായിച്ചിരുന്നു, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ക്ഷമിക്കാനൊന്നുമില്ല, ഈശ്വരൻ തന്നെ പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നു. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സൃഷ്ടിയിലും ഭഗവാനെ കാണണം. ഭഗവാന്റെ ലീലകളാണ് നമ്മൾ കാണുന്ന ഈ ഭൂമി. ഭഗവാന്റെ ലീലകളാണ് ഈ ഭൂമിയിൽ കാണുന്ന ഓരോരോ മാറ്റങ്ങൾ. അങ്ങനെ സർവദാ കൃഷ്ണനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അല്ലാതെ ഗുരുവായൂർ നടക്കെ ചെല്ലുമ്പോൾ മാത്രം കൃഷ്ണ ഗുരുവായൂരപ്പാ, തിരുപ്പതി എത്തുമ്പോൾ ഗോവിന്ദ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. സമസ്ത ചരാചരങ്ങളിലും കൃഷ്ണനെ കാണാൻ സാധിച്ചാൽ ആ വ്യക്തി കൃഷ്ണനിൽ നിന്ന് അകലുന്നില്ല, ആ വ്യക്തിയിൽ നിന്ന് കൃഷ്ണനും അകലുന്നില്ല. ക്ലിയർ? കൃഷ്ണനെ കൂടാതെ ഒന്നും നിലനിൽക്കാനാവില്ല. സത്യമായ കാര്യമാണ്. ഭഗവാൻ ഇല്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല. ഭഗവാൻ ഉണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ. കൃഷ്ണനാണ് എല്ലാത്തിന്റെയും നാഥൻ, പരമദിവ്യോത്തമ പുരുഷൻ, അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ. ഓക്കെ? ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം. ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ വലിയ ഇസ്കോൺ ഫോളോവേഴ്സ് ഒക്കെ അല്ലേ, എന്താ കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം, എന്താണ് കൃഷ്ണ കോൺഷ്യസ്നെസിന്റെ ബേസ്മെന്റ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? നമ്മള്
ഒറ്റ വേർഡ്, കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽപ്പില്ല. സർവചരാചരങ്ങളിലും കൃഷ്ണൻ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള കൃഷ്ണന്റെ സൃഷ്ടികളിലെല്ലാം ആർക്കാണോ കൃഷ്ണനെ ദർശിക്കാൻ സാധിക്കുന്നത് അവർ കൃഷ്ണനിൽ നിന്നും പിരിയുന്നില്ല, കൃഷ്ണൻ അവരിൽ നിന്നും പിരിയുന്നില്ല. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാം. വലിയ വായയില് വലിയ വർത്താനങ്ങൾ പറയാൻ വരുന്ന കുറെ ആൾക്കാരുണ്ട്, നമ്മളെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോട് ചോദിക്കണം, കുറെ പ്രസംഗിച്ചില്ലേ, കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം എന്താണ്? എന്താണ് കൃഷ്ണാവബോധം? ആ കൃഷ്ണനല്ലേ ഗുരുവായൂരിയിരിക്കുന്നത്? ആ കൃഷ്ണനല്ലേ തിരുപ്പതിയിലിരിക്കുന്നത്? എങ്കിൽ ആ കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം എന്താണെന്നുള്ളത് 3 വാക്കിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? അവിടെ അടയും വായ, അവിടെ തീരും ഭക്തിയെക്കുറിച്ചുള്ള വാചാലത. ക്ലിയർ? നമ്മൾ തോൽക്കാതിരിക്കാൻ ഭഗവാൻ നൽകുന്ന ഓരോ ടിപ്സാണ്. കൃഷ്ണാവബോധം എന്നാൽ കൃഷ്ണനിൽ നിന്ന് പ്രേമം വളർത്തിയെടുക്കലാണ്. ഇതും ഈസിയാണ്. അപ്പൊ അവര് ചോദിക്കും, ഓഹോ, അല്ല ഈ പറയുന്ന കൃഷ്ണാവബോധം എന്താ? താങ്കൾ പറയൂ എന്താണ്? 2 ചോദ്യം മതി. എന്താ കൃഷ്ണാവബോധം? കൃഷ്ണനിലുള്ള പ്രേമം വളർത്തിയെടുക്കൽ. എന്ത് പ്രേമം? ഭൗതിക പ്രേമമല്ല, ആത്മീയ പ്രേമം. ആത്മീയ പ്രേമത്തിന് എന്തില്ല? ഭൗതിക ലോകത്തുള്ള വികാര വിചാരങ്ങളില്ല. ഭൗതിക ലോകത്തുള്ള പ്രേമത്തിലാണ് ആസിഡ് ഒഴിക്കലും കുത്തിക്കൊല്ലലും ഒക്കെ. വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പഞ്ചേന്ദ്രിയങ്ങൾ, 5 വിഷയങ്ങൾ, മനസ്സ്, ഇതിനെല്ലാം അടിമപ്പെട്ടുകൊണ്ട്, ഇന്നലെ മഹാഭാരതത്തിൽ നമ്മൾ പഠിച്ചില്ലേ, ഇതിനെല്ലാം അടിമപ്പെട്ടുകൊണ്ട് പ്രതികാര മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഭൗതികതയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അവിടെ രജോ തമോ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു മനുഷ്യൻ. ആപത്തുകൾ വരുന്നു, കർമ്മഫലങ്ങൾ ഉണ്ടാകുന്നു. ഇതൊന്നുമില്ലാത്ത ആത്മീയ അനുഭൂതിയിലുള്ള പ്രേമത്തിൽ എന്തുണ്ട്? നിർമ്മലമായ ഭക്തിയുണ്ട്. ആ ഭക്തിയിൽ ആരുണ്ട്? അഖില കോടി ബ്രഹ്മാണ്ഡ നായകനായ കൃഷ്ണനുണ്ട്. ആ കൃഷ്ണനിൽ സമസ്തവും കുടികൊള്ളുന്നു. ഇതാണ് കൃഷ്ണാവബോധം. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം. ഓക്കെ, മനസ്സിലായോ? ഇത്രയും ആത്മസാക്ഷാത്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ കൃഷ്ണാവബോധത്തിന്റെ ഈ നിലയിൽ കൃഷ്ണൻ ഭക്തന്റെ സർവസ്വവുമായി തീരുകയും കൃഷ്ണപ്രേമത്തിൽ ഭക്തൻ പൂർണ്ണത നേടുകയും ചെയ്യുന്നു. ആത്മസാക്ഷാത്കാരത്തെക്കാൾ മുകളിലാണ് കൃഷ്ണാവബോധം. അങ്ങനെ ഒരു കൃഷ്ണാവബോധത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ എന്തായി? ഭഗവാൻ ആ ഭക്തന്റെ സർവവുമായി തീരുകയാണ്. ഭഗവാന്റെ എല്ലാമായി നമ്മൾ മാറുന്നു, നമ്മളുടെ എല്ലാമായി ഭഗവാൻ മാറുന്നു. ആ നിമിഷമാണ് കൃഷ്ണാവബോധം. ആ കൃഷ്ണാവബോധത്തെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ കൃഷ്ണാവബോധത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, അവിടെ ആ ഭക്തൻ പൂർണ്ണത നേടുകയാണ്. അല്ലാതെ ഈ ലോകത്തിലുള്ള സാമ്പത്തിക ഉന്നതിയോ വലിയ വലിയ സ്ഥാനമാനങ്ങളിലോ ഒന്നും ഒരു വ്യക്തിക്ക് പൂർണ്ണതയില്ല. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു ജീവിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത. ഈ വിധത്തിൽ അയാൾ കൃഷ്ണനോട് ഏകീഭവിക്കുന്നു, കൃഷ്ണനോട് യോജിച്ച് ചേരാണ്. ആ രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അതിലും മഹത്തരമായിട്ടൊന്നും ഈ ലോകത്തില്ല, ഒന്നും ഈ ലോകത്തില്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിധത്തിൽ ഭഗവാനുമായി അടുപ്പം സ്ഥാപിച്ച് ഓക്കെ രമണൻ പ്രഭു ഭാര്യയല്ലേ, വിഷമിക്കാതെ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മൂകാംബികയിലും തിരുപ്പതിയിലൊക്കെ. വിഷമിക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനെയൊന്ന് വിളിച്ച് സംസാരിക്കുന്നവർക്ക് എനിക്ക് പറ്റിയില്ല, മുഴുവൻ യാത്രയായിരുന്നില്ലേ പ്രഭു. ഈ ഒരു 2-3 ദിവസം കഴിയട്ടെ, ഞാൻ വിളിക്കാം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ഭഗവാൻ കാത്തോളൂ, ധൈര്യമായിട്ടിരിക്കൂ കേട്ടോ. അങ്ങനെ ഭഗവാനും ഭക്തനുമായിട്ടൊരു അടുത്ത ബന്ധമുണ്ടാകുന്നു. അല്ലാതെ നമ്മൾ ദിവസവും ഗുരുവായൂർ പോയതുകൊണ്ടോ തിരുപ്പതി പോയതുകൊണ്ടോ അല്ലെ കുറേ സമ്മാനങ്ങൾ കൊടുത്തതുകൊണ്ടോ അല്ല അടുപ്പം ഉണ്ടാകുന്നത്. കൃഷ്ണാവബോധത്തിലൂടെ ആത്മീയ ഉന്നതി കൈവരിച്ചിട്ട് വേണം അടുപ്പം ഉണ്ടാക്കാൻ. അങ്ങനെ അടുപ്പം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഭഗവാനുമായിട്ടൊരു വലിയ ഒരു ബന്ധം സ്ഥാപിക്കാൻ. അങ്ങനെ സ്ഥാപിക്കുന്ന ബന്ധമാണ് നിലനിൽക്കുന്നത്, അല്ലാത്തത് നിലനിൽക്കില്ല. അങ്ങനെ എത്തിയ ഒരു ജീവാത്മാവിന് ഒരിക്കലും നാശമില്ല എന്നാ പറയുന്നത്. അങ്ങനെ എത്തുന്ന ഒരു ജീവാത്മാവിന് നാശമില്ല. ആ ജീവാത്മാവ് ശരീരം കൊണ്ട് കാലാകാലം ഭൂമിയിൽ താമസിക്കില്ല. പക്ഷെ ആ ജീവാത്മാവ് ഭഗവാനാവുന്ന പരമാത്മാവിൽ കുടികൊള്ളും.
മനസ്സിലാവുന്നുണ്ട്? ഭഗവത് ദർശനം ഭക്തനെ ഒരു നിമിഷത്തേക്ക് പോലും നഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്തന് ഒരിക്കലും ഭഗവാന്റെ ദർശനം കിട്ടാതിരിക്കില്ല. മനസ്സിലാവില്ല? എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാത്വികതയിൽ വരണം. ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കണ്ട ഏറ്റവും നല്ല സാത്വികമായിരിക്കുന്ന ഒരു വ്യക്തി ആരായിരുന്നു എന്നറിയാമോ? കുറെ പേരിൽ കണ്ടു, എങ്കിലും ഒരാളിൽ കുറച്ച് അധികം കണ്ടു. നോക്കാം പ്രവീൺ. തിരുപ്പൂരുള്ള വിജയലക്ഷ്മി മാതാജിയുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ഒരുപാട് പേരിൽ കണ്ടു കേട്ടോ, മഞ്ജരീസിൽ ഒത്തിരി പേരിൽ കണ്ടു. അമേസിംഗ് ലേഡി, ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. കൃഷ്ണനിൽ ലയിക്കൽ ആത്മീയ വിനാശമാകുന്നു. മനസ്സിലായില്ലേ? കൃഷ്ണനിൽ ലയിക്കൽ, ആ വിപത്തിൽ ഭക്തൻ ചെന്ന് ചാടാറില്ല. നമ്മള് എന്താ പറയാ, ഒരു നിമിഷത്തേക്ക് പോലും ഭഗവാനിൽ നമ്മൾ എന്തുണ്ടാവില്ല, അകന്നു പോവില്ല. കൃഷ്ണനിൽ ലയിച്ചു പോകും നമ്മൾ. ആത്മീയ വിനാശമാകും. എങ്ങനെയാ ആത്മീയ വിനാശം സംഭവിക്കുന്നത്? ആത്മീയമായി നമ്മൾ ഉയരുമ്പോൾ നമ്മളിൽ എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടോ അതെല്ലാം പോയി കിട്ടും. ആത്മീയമായി ഉയർന്നു വരും. ഭൗതികതയിൽ നമുക്കൊന്നും ഉണ്ടാവില്ല. ആ വിപത്തിൽ ഭക്തൻ ചെന്ന് ചാടാറില്ല. ശരിയാണ്. ഭക്തിയുള്ള എല്ലാവരും ഭൗതികതയിലേക്കാണ് നോട്ടം, ആത്മീയ നോട്ടത്തിലേക്ക് പോകാറില്ല. ബ്രഹ്മസംഹിതയിൽ ഒന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനനെ സന്തഹ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമച്ഛിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. മനസ്സിലായില്ലേ? ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദി പുരുഷനായിരിക്കുന്ന ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. എന്താണ്? ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക്. ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾ എന്താണ്? ഭക്തന്റെ കണ്ണുകളിൽ എന്തുകൊണ്ടാണ് പ്രേമാഞ്ജനം എഴുതുന്നത്? പറയാൻ പറ്റുമോ ആർക്കേലും? ഭക്തന്റെ കണ്ണുകളിൽ പ്രേമാഞ്ജനം എന്ത് വെച്ചിട്ടാണ് എഴുതുന്നത്? ബിന്ദുമ്മ എനിക്കൊരു ബോക്സ് എടുത്തിട്ട്. എന്ത് വെച്ചിട്ടാണ് ഭക്തന്റെ കണ്ണുകളിൽ പ്രേമാഞ്ജനം എഴുതുന്നത്? പറയൂ. നോ ഐഡിയ? എന്ത് വെച്ചിട്ടാണ് ഭക്തന്റെ കണ്ണുകളിൽ പ്രേമാഞ്ജനം എഴുതുന്നത്? അറിയില്ല. നിർമ്മല ഭക്തി കൊണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ഭക്തനെ വിളിക്കുന്നത്. പക്ഷേ ഭക്തന്റെ കണ്ണുകളിൽ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾ. ഇപ്പൊ എന്ത് വെച്ചിട്ട്? അഞ്ജനം എന്ന് പറഞ്ഞാൽ കൺമഷി. പ്രേമാഞ്ജനം, എന്തോ ഒരു അഞ്ജനം ഉപയോഗിച്ചിട്ടാണ് ഭക്തന്റെ കണ്ണുകളിൽ കണ്ണെഴുതുന്നത്. എന്തായിരിക്കും അത്? പ്രേമഭക്തി കൊണ്ട്. പിന്നെ ഇവിടെയാണ് നിങ്ങൾക്ക് വേറൊരു കണക്ഷൻ കിട്ടുന്നത്. സ്നേഹം കൊണ്ട്. ശിവശ്രീ നായർ. സ്നേഹം, മോട്ടി ബിജു. ഭക്തൻ കണ്ണെഴുതുന്നത് എന്തുകൊണ്ടാണ്? എന്ത് വെച്ചിട്ടാണ്? ഭഗവാനോടുള്ള പ്രേമം കൊണ്ട്. ജിഷ ബിജുകുമാർ. സമർപ്പണം.
അറിയില്ല, തോറ്റു, പറഞ്ഞു നമുക്ക്. കണ്ണുനീർ കൊണ്ട്, നിർമ്മല ഭക്തി കൊണ്ടല്ല, കണ്ണുനീർ കൊണ്ട്. പക്ഷെ ഇത്രയും അന്തരാർത്ഥത്തോടു കൂടി നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? അപ്പൊ ഓരോ ഭക്തനും എങ്ങനെയാണ് ഭഗവാന് കണ്ണെഴുതി കൊടുക്കുന്നത്? കണ്ണുനീർ കൊണ്ടാണ് ഭക്തൻ എഴുതി കൊടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും എന്തല്ല, കണ്ണുനീര് കൊണ്ടാണ് ഭഗവാന് നമ്മളുടെ കണ്ണുകൾ എഴുതുന്നത് ഭഗവാന്റെ മുന്നിൽ കണ്ണുനീര് കൊണ്ടാണ്, അല്ലാതെ നമ്മളുടെ കൺമഷി കൊണ്ടല്ല. അതാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നത്, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനനെ സദൈവ ഹൃദയേഷു വിലോകയന്തി യ ശ്യാമസുന്ദര ചിത്തന്ത്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അങ്ങനെ ഇരിക്കുന്ന ഗോവിന്ദനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമിക്കുന്നു. ഭഗവാൻ എവിടെ ഇരിക്കുന്നു? ഭക്തഹൃദയത്തിൽ ഇരിക്കുന്നു. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം? ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിച്ച വ്യക്തിയായിരിക്കണം. അല്ലാതെ ഒരു ഭക്തൻ അഹങ്കാരത്തിന്റെ പുറത്ത് സംസാരിക്കുന്നവനാവരുത്. ഭഗവാൻ നൽകിയ കുറച്ച് അറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഞാൻ വലിയൊരാളാണ് എന്ന ഭാവത്തിൽ ഒരിക്കലും നമ്മൾ നടിക്കരുത്. എത്രത്തോളം ഭഗവാൻ ഉയർത്തുന്നോ അത്രത്തോളം നമ്മൾ താഴേക്ക് വരണം. അത്രത്തോളം ക്ഷമ പാലിക്കണം, അത്രത്തോളം നിശബ്ദത പാലിക്കണം, അത്രയും സഹിക്കാനുള്ള ഒരു വിൽ പവർ നമ്മൾക്കുണ്ടാവണം. മനസ്സിലായില്ലേ? ഓക്കെ സുരേഷ് പ്രഭു, അത്രത്തോളം വിൽ പവർ നമ്മൾക്ക് ഉണ്ടാവണം. അപ്പോഴാണ് ഒരു ഭക്തൻ ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത്. അല്ലാതെ ഞാൻ എപ്പോഴും ജപിക്കുന്ന വ്യക്തിയാണ്, എപ്പോഴും ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, എന്നെ വേദനിപ്പിച്ച അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും, അങ്ങനെയുള്ള ഒരു അധികാരവും നമുക്കില്ല പറയാൻ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നു, തന്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടുന്ന് വാഴുന്നു. ഭഗവാന്റെ ശ്യാമസുന്ദര രൂപമുണ്ട് അല്ലെ? ആ ശ്യാമസുന്ദര രൂപം എവിടെയാണുള്ളത്? ഭക്ത ഹൃദയത്തിലാണുള്ളത്. ഭഗവാൻ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഭക്തന്റെ ഹൃദയത്തിലാണ് ഭഗവാനുള്ളത്. ആ ഭക്തൻ എങ്ങനെ ഇരിക്കുന്നു? ഭഗവാനെ കാണുന്ന നിമിഷം അവൻ കരയുന്നു. അവന്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് കണ്ണെഴുതുന്നു. ക്ലിയർ? പിന്നെന്താ പറയുക? ഈ അവസ്ഥയിൽ കൃഷ്ണൻ ഒരിക്കലും ഭക്തന്റെ കണ്ണിൽ നിന്നും മറയുന്നില്ല. ഇത്രയും സ്നേഹത്തോടു കൂടി കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ മാഞ്ഞു പോകുന്നില്ല. അവിടെ തന്നെയുണ്ട് ഭഗവാൻ, എങ്ങോട്ടും പോകുന്നില്ല. ഭഗവാനെ കാണണോ? കണ്ണുകൾ അടച്ച് ഏകാഗ്രതയോടുകൂടി കുറച്ച് സമയം ഇരുന്നാൽ മതി. ഭഗവാൻ ഹൃദയത്തിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? ആ ഭഗവാൻ എന്ത് പറയുന്നു ഗീതയിൽ? യോഗം ക്ഷേമം വഹാമ്യഹ എന്ന് പറയുന്നുണ്ട്. നിന്റെ യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളും, നീ ഭൗതികതയുടെ പിന്നാലെ ഓടണ്ട. ഒരാൾക്കും ഈ ലോകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അഖില കോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമ ദിവ്യോത്തമ പുരുഷൻ നമ്മളെ കൈവിടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഭഗവാന്റെ വക്ഷസ്ഥാനത്ത് ആരിയ്ക്കുന്നു? ലക്ഷ്മി ദേവി ഇരിക്കുന്നു. ആ ദേവി തന്നെയാണ് സാക്ഷാൽ മൂകാംബിക. ഭഗവാനെ നമ്മൾ സ്നേഹിച്ചാൽ ആ ദേവി നമ്മുടെ കൂടെ വരും. ദേവിയുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നെങ്കിൽ ദേവിക്ക് അറിയാം ഇവര് പണത്തിന് വേണ്ടി വരുന്നതാണെന്ന്. ദേവി വരൂല. കാരണം എന്താ? നമ്മൾ മായയിൽ പെട്ടുപോകും. മായയിൽ പെട്ടാൽ എന്തായി? നമുക്ക് ലൈഫേ വേസ്റ്റ് ആയിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഭക്തന് ഭഗവാനെ ദർശിക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ശരിയല്ല? ഒരു നിമിഷം പോലും ഒരു യഥാർത്ഥ ഭക്തന് ഭഗവാനെ കാണാതിരിക്കാൻ കഴിയില്ല. എത്ര കോടിക്കണക്കിന് പ്രശ്നങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായിക്കോട്ടെ, ആ കൃഷ്ണന്റെ തൃപ്പാദങ്ങളിലേക്കൊന്ന് നോക്കൂ. അവിടെ ഇല്ലാത്ത ഉത്തരമില്ല. ബാങ്ക് ലോൺ എടുത്തോട്ടെ, വീട് ജപ്തിയിൽ വന്നോട്ടെ, രോഗദാരിദ്ര്യ ദുരിതങ്ങൾ വന്നോട്ടെ, ജോലി ഇല്ലാതിരുന്നോട്ടെ, വേദനിപ്പിച്ചോട്ടെ, ഒറ്റപ്പെടുത്തിക്കോട്ടെ, അപമാനിച്ചോട്ടെ, കുറ്റങ്ങളെല്ലാം തലയിൽ കൊണ്ടുവന്നിട്ടോട്ടെ, ദ്രോഹിച്ചോട്ടെ, അവനൊരു ഭക്തനാണെങ്കിൽ ഈ പാദത്തിലുണ്ട് ഉത്തരം, ഇവിടെയുണ്ട് ഉത്തരം. അവിടെ മാത്രം പിടിച്ചാൽ മതി, മറ്റെവിടെയും പിടിക്കണ്ട. ആ പിടുത്തത്തില് ചാടി തുള്ളി അങ്ങ് വരും നരസിംഹ ഭഗവാനായിട്ട്. ഒരു ഭക്തനെ സംരക്ഷിക്കാൻ ഭഗവാൻ നരസിംഹനായി വന്നിരിക്കും. അതിനാണ് ഭഗവാൻ ഓരോരോ ഭാവങ്ങൾ എടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഏത് രീതിയിൽ ഭഗവാൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അഹങ്കാരത്തിന്റെ പാതയിലൂടെ നമ്മൾ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നശിച്ചു പോകും.
എങ്ങനെ ഭഗവാൻ വരുന്നുള്ളത് നമുക്ക് പോലും പറയാൻ പറ്റില്ല. ഒരു ഭക്തനെയാണ് ഒരാൾ വേദനിപ്പിക്കുന്നത് എങ്കിൽ ഭഗവാൻ വരുന്ന ഭാവം വേറെയാണ്. ഏത് രീതിയിലും ഭഗവാൻ വരും. ആ ഒരു നമോ നാരായണായ എന്ന് ഹൃദയത്തിലൂടെയാണ് നമ്മൾ ജപിക്കുന്നതെങ്കിൽ ആര് വേദനിപ്പിച്ചാലും ശരി, അപമാനിച്ചാലും ശരി, ഒറ്റപ്പെടുത്തിയാലും ശരി, ഒരേ ഒരു വാക്ക് ഓം നമോ നാരായണായ ഭഗവതേ വാസുദേവായ എന്ന് ഹൃദയത്തിൽ കൈവച്ച് കണ്ണുനീർ കൊണ്ട് അഞ്ജനമെഴുതിയ കണ്ണുകളോടെ തൃപ്പാദങ്ങൾ ദർശിച്ചാൽ ഭഗവാൻ വരുന്ന വരവ് ആ രീതിയിൽ വരും. ഭഗവാൻ വന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. വിളിപ്പിക്കരുത് എന്ന് ഭഗവാൻ പറയുന്നു. എന്തിനു വരും ഭഗവാൻ ആ രൂപത്തിൽ? ഏതവസ്ഥയിലാണെങ്കിലും എന്തിനു വരും? ഭക്ത സംരക്ഷണത്തിന് വരും. ഭക്തനെ വേദനിപ്പിച്ചാൽ ഭഗവാൻ സഹിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. ആകാശത്തിനേക്കാൾ മുകളിൽ മൂന്ന് ലോകങ്ങളും നടുങ്ങും, വന്നങ്ങ് നിൽക്കും. ഒരാള് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുത്തിയാൽ കൃഷ്ണൻ നോക്കിയിരിക്കില്ല, കൃഷ്ണൻ കണ്ടിരിക്കില്ല. അതിനുള്ള ഉത്തരം ഭഗവാൻ ഏത് ഭാവത്തിലും രൂപത്തിലും കൊടുക്കും. ഭക്ത സംരക്ഷണത്തിനെത്തും, ഉറപ്പാണ്. ഭക്തന്റെ സംരക്ഷണത്തിനായി ഭഗവാൻ എത്തുന്ന നിമിഷവും നേരം പറയാൻ പറ്റില്ല നമുക്ക്. കാരണം നമ്മുടെ ഹൃദയത്തിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. ആലോചിക്കണം. ഭക്ത സംരക്ഷണത്തിനായിട്ട് ഭഗവാൻ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ഭഗവാന്റെ ഭക്തരെ നമ്മൾ വേദനിപ്പിക്കരുത്. കാരണം എന്താ? നമ്മൾ ഹൃദയത്തിൽ ഭഗവാന് സ്ഥാനം കൊടുത്ത വ്യക്തികളാണ്. നമുക്ക് മറ്റൊന്നും വേണ്ട. നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ഇതുപോലെയാണ് കൃഷ്ണനെ പരമാത്മ സ്വരൂപമാകുന്ന ഹൃദയത്തിൽ ദർശിക്കുന്ന ഓരോ യോഗിയുടെയും സ്ഥിതി. കൃഷ്ണനെ നമ്മൾ ഹൃദയത്തിലാണ് സ്ഥാപിച്ചതെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഉത്തരം കൃഷ്ണന്റെ പാദത്തിലുണ്ട്. ഏത് സമയത്തും എവിടെയും എങ്ങനെയും കൃഷ്ണന്റെ പാദത്തിലുണ്ട്. ആ യോഗി ഒരു ശുദ്ധ ഭക്തനായി തീരുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഹൃദയത്തിൽ ഭഗവാനെ സ്ഥാപിച്ചാൽ എന്തായി? ആ യോഗി ഒരു ശുദ്ധ ഭക്തനായി തീരും. അയാൾക്ക് ക്ഷണനേരം പോലും സ്വഹൃദയസ്ഥനായ ഭഗവാനെ ദർശിക്കാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു നിമിഷം പോലും ആ വ്യക്തിക്ക് ഭഗവാനെ ദർശിക്കാതിരിക്കാൻ കഴിയില്ല. കൃഷ്ണ 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 എന്ന നാമം അവന്റെ നാവിൽ സദാ തത്തിക്കളിച്ചുകൊണ്ടേയിരിക്കും. 31ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേഘ്യാത്വമാസ്ഥിത സർവധാ വർത്തമാനോപി സ യോഗീ മയി വർദ്ധതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാനും പരമാത്മാവും ഒന്നു തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ ഒരു യോഗി ഏതു സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നു. അതായത് നമ്മളാകുന്ന ജീവാത്മാവും നമ്മൾക്കുള്ളിലിരിക്കുന്ന പരമാത്മാവും വ്യത്യസ്തമല്ല, ഒന്നു തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ? പരമാത്മാവാകുന്ന ഭഗവാനിൽ നിന്നാണ് ജീവാത്മാക്കളായിരിക്കുന്ന നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടും രണ്ടല്ല. അപ്പൊ അവിടെ ആരുടെ തീരുമാനമാണ് നടക്കേണ്ടത്? ഭഗവാന്റെ തീരുമാനമാണ് നടക്കേണ്ടത്, നമ്മുടെ അല്ല.
സാക്ഷാൽ ഭഗവാന്റെ തീരുമാനം നടക്കണം. അങ്ങനെ ഭഗവാന്റെ തീരുമാനത്തിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോഴാണ് ഒരു വ്യക്തി ഭക്തനായി മാറുന്നത്. അങ്ങനെയുള്ള വ്യക്തിയെ വിട്ടിട്ട് ഭഗവാൻ ഒരിക്കലും പോവില്ല. ഏതു സന്ദർഭത്തിലും ആ വ്യക്തിയുടെ കൂടെ ആരുണ്ടാവും? ഭഗവാൻ ഉണ്ടാവും. സാക്ഷാൽ ഭഗവാൻ എന്ന് പറയുന്നത്, ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഒരു നിസാരമല്ല. ഭഗവാൻ അങ്ങനെ ഇരുന്നോട്ടെ ഓടക്കുഴലും പിടിച്ചിട്ട്. ആ ഓടക്കുഴല് സുദർശനമാക്കാൻ ഭഗവാൻ ഒരു നിമിഷം പോലും വേണ്ട എന്നുള്ളതാണ്. മനസ്സിലാവുന്നില്ല? മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ തന്നെ. മാളിക മുകളിൽ ഇരിക്കുന്നവനെ തെരുവിലേക്ക് അയക്കുന്നതും ഭഗവാൻ തന്നെ. ഇതിന്റെ ഇടയിലുള്ള ചെറിയ സമയത്ത് അഹങ്കരിക്കേണ്ട. കൃഷ്ണനാമം ജപിക്കുന്നവനാണോ അവൻ? കൃഷ്ണനെ ഹൃദയത്തിൽ സ്ഥാപിച്ചവനാണോ അവൻ? കൃഷ്ണന്റെ ദർശനം സദാ ഭഗവാൻ കൊടുക്കുന്നുണ്ടോ? ആ വ്യക്തിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ കോടി ജന്മങ്ങൾ അതിന് ഉത്തരം പറഞ്ഞാൽ മതിയാവില്ല. അതാണ് ഭഗവാന്റെ രീതി എന്ന് പറയുന്നത്. ഭഗവാൻ വരാൻ കുറച്ച് പാടാം, വന്നാ പിന്നെ തീർക്കാതെ ഭഗവാൻ പോവില്ല, അത് ഉറപ്പാ. ത്രിമൂർത്തികളാൽ പോലും ഭഗവാനെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? അടക്കി നിർത്താൻ കഴിയില്ല. അതാണ് ഭഗവാൻ. നമ്മൾ കാരണം ഒരാളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവരുത്. എന്ത് ന്യായീകരിച്ചാലും ശരി, ആ ഭക്തൻ അല്ലെങ്കിൽ ആ ഭക്ത നിശബ്ദനായാണോ നിൽക്കുന്നത് എങ്കിൽ അവരുടെ കാര്യം പോക്കാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരു ഭക്തനെയും വേദനിപ്പിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. പരമാത്മാവിനെ ധ്യാനിച്ചു ശീലിക്കുന്ന ഒരു യോഗിക്ക്, അതായത് ഭഗവാനെ എപ്പോഴും ധ്യാനിക്കുന്ന ഒരു യോഗിക്ക്, കൃഷ്ണന്റെ പൂർണ്ണാംശമായിരിക്കുന്ന ശംഖചക്ര ഗദാ പത്മധാരിയായിരിക്കുന്ന ചതുർഭുജ വിഷ്ണുവിനെ ഹൃദയത്തിൽ കാണാൻ കഴിയും. എപ്പോഴും കൃഷ്ണനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ കൃഷ്ണന്റെ ചതുർബാഹു രൂപം കാണാൻ സാധിക്കും. കണ്ണടച്ചു നോക്കൂ നിങ്ങൾ, ഞാൻ വെറുതെ പറയില്ല, കണ്ണടച്ചു നോക്കൂ. സീരിയസ്ലി ഒരു 2 മിനിറ്റ് സമയം ഞാൻ തരാം. എത്ര പേർക്ക് കാണാൻ പറ്റിയെന്ന് നമുക്ക് അറിയാൻ പറ്റും. കണ്ണടച്ചു നോക്കൂ. കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ദേവദാസ് പ്രഭു പ്രാർത്ഥിക്കാം. ആ ചതുർബാഹു രൂപം, ശംഖുചക്ര ഗദാപത്മത്തോടു കൂടി ഭഗവാൻ നിൽക്കുന്ന ആ രൂപം നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാൻ കാണിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൽ കൃഷ്ണനുണ്ട് എങ്കിൽ കണ്ണടച്ച അടുത്ത നിമിഷം ആ രൂപം നിങ്ങളുടെ ഹൃദയത്തിൽ തെളിയും. ഒരു സംശയവും. നമ്മൾ അറിയാതെ കയറി കൂടിയതാണ് ആള്. എപ്പോഴൊക്കെയോ നമ്മൾ ഭഗവാന്റെ നാരായണ നാമം ജപിച്ചു. അതുവഴി അദ്ദേഹം എന്നെ വിളിക്കുന്നല്ലോ എന്നോർത്ത് അദ്ദേഹം വന്നിരിക്കുകയാണ്. പക്ഷേ സമയമാകുമ്പോൾ അദ്ദേഹം പ്രവർത്തിക്കും നിങ്ങളിലൂടെ, ഉറപ്പായും പ്രവർത്തിക്കും. എത്ര പേർക്ക് ഭഗവാനെ കാണാൻ സാധിച്ചു? ശംഖുചക്ര ഗദാപത്മത്തോടുകൂടി അതിസുന്ദരമായിരിക്കുന്ന ഭഗവാന്റെ ആ ചതുർബാഹു രൂപം എത്ര പേർക്ക് കണ്ണടച്ചതോടുകൂടി കാണാൻ സാധിച്ചു? എത്ര പേര് കണ്ടു? നമസ്തേ മാതാജി. തീർച്ചയായിട്ടും ഭഗവാൻ ദർശനം നൽകും. അതാണ് ഭഗവാന്റെ ലീല. അപ്പൊ അദ്ദേഹം പറയുന്നു, വിഷ്ണുവിൽ നിന്ന് വ്യത്യസ്തനല്ല കൃഷ്ണൻ എന്നുള്ള കാര്യം യോഗി മനസ്സിലാക്കണം. വിഷ്ണുവിൽ നിന്ന് വ്യത്യസ്തമല്ല കൃഷ്ണൻ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പരമാത്മാവിന്റെ ഈ രൂപത്തിൽ കൃഷ്ണൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുന്നുണ്ട്. കാണാൻ സാധിച്ചു സനിഷ മാതാജി. പരമാത്മാവിന്റെ ആ രൂപത്തിൽ നമ്മളത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ അദ്ദേഹത്തിന്റെ രൂപം വന്നു, അല്ലെ? ഒരു നിമിഷം പോലും മാറാതെ നമ്മുടെ കണ്ണിൽ വന്നു, അദ്ദേഹം കണ്ടു. ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ ഭഗവാന്റെ ചതുർബാഹു രൂപം ദർശിച്ചത്. ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ഹൃദയത്തിൽ കൃഷ്ണനുണ്ട്, നിങ്ങൾ കൂടെയുണ്ട് കൃഷ്ണൻ.
ഭഗവാൻ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ എന്ന് 100 വട്ടം നമ്മൾ ചോദിച്ചിട്ടുണ്ടില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങളുടെ ഹൃദയത്തിൽ കൃഷ്ണനുണ്ടെന്ന്? ഇപ്പോഴും നമുക്ക് ആ രൂപം, ഇവിടെ എവിടെയും ഞാൻ ഭഗവാന്റെ ആ രൂപം നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. എവിടെയെങ്കിലും കാണിച്ചോ ഞാൻ? ഇവിടെ ഇരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ ഓടക്കുഴലായിട്ടാണ്, ചതുർബാഹു രൂപത്തിലല്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ, നിങ്ങളുടെ എവിടേക്കോ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ നിമിഷം കൃഷ്ണനെ കണ്ടു, ചതുർബാഹു രൂപത്തിൽ കണ്ടു. അപ്പൊ നിങ്ങൾ എത്ര ഉയരത്തിലാണെന്ന് ആലോചിക്കൂ. നിങ്ങളുടെ കൂടെയുള്ളത് കൃഷ്ണനാണെന്ന് തിരിച്ചറിയൂ. നിങ്ങൾ നിസാരക്കാരല്ല എന്ന് മനസ്സിലാക്കൂ. കണ്ണിൽ കാണാൻ പറ്റും നമുക്ക് ഭഗവാന്റെ രൂപം. ചിന്തിക്കൂ. നിങ്ങളിൽ ഓരോരുത്തരിലും കൃഷ്ണനുണ്ട് എന്ന് മനസ്സിലായില്ലേ? ഇപ്പോ നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, നിങ്ങളെ ആര് വേദനിപ്പിക്കുന്നു, ആര് സങ്കടപ്പെടുത്തുന്നു, നിങ്ങൾക്ക് എന്തില്ല, എന്തുണ്ട്, എല്ലാം കൂടെ ഇരുന്ന് ആ ഭഗവാൻ കാണുന്നുണ്ട്. അപ്പോ ആ ഭഗവാന് നിങ്ങൾ ഓരോരുത്തരും എത്ര പ്രിയപ്പെട്ടവരാണ്. അല്ലെങ്കിൽ അദ്ദേഹം വന്ന് കൂടെ ഇരിക്കോ? നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അദ്ദേഹം വന്ന് കൂടെ ഇരിക്കുന്നത്. ആ തിരു സ്വരൂപത്തെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. കൂടാതെ എണ്ണമറ്റ ജീവാത്മാക്കളുടെ ഹൃദയത്തിൽ വാഴുന്ന പരമാത്മാക്കൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കുന്ന ഭഗവാൻ ഒരു വ്യത്യാസവും ഇല്ല. ഭഗവാൻ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. എന്തിന് വേദനിക്കുന്നു, എന്തിന് കണ്ണുകൾ നിറയുന്നു, നിനക്ക് ചുറ്റും ആര് നിന്നിട്ടിട്ട് പോലും നിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങില്ല എന്ന് ഭഗവാൻ ഉറപ്പ് തന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കി. കൃഷ്ണാവബോധം ഉദിച്ച് അതീന്ദ്രിയമായിരിക്കുന്ന ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും പരമാത്മാവിൽ ധ്യാനനിരതനായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാൾക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാ പറയുന്നത്. അതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പവർ. അവരാണ് ഷെയറിങ്ങിന്റെ മൂല കാരണം. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഓരോരുത്തരും ചെയ്യുന്നത് ഷെയറിംഗ് ആണ്. ഒരുപക്ഷെ അവർക്ക് ക്ലാസ് പോലും കേൾക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ അവർക്ക് വീട്ടിലൊന്ന് വിളക്ക് വെച്ച് സ്വസ്ഥമായിരുന്ന് നാമം ജപിക്കാൻ സാധിക്കില്ല, 16 മാല ജപിക്കാൻ സാധിക്കില്ല. പക്ഷേ ഗീതയിൽ പറയുന്നു, കൃഷ്ണാവബോധം ഉദിച്ച് അതീന്ദ്രിയമായിരിക്കുന്ന ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും. ഭഗവാന്റെ സേവനം അവരെന്താ ചെയ്യുന്നത്? ഷെയറിംഗ്. ആ ഷെയറിംഗ് വഴി ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തുന്നു. അവരത് കേൾക്കാൻ ഇടവരുന്നു. കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട് അവരുടെ ഉള്ളിലിരിക്കുന്ന കൃഷ്ണനെ അവരെ അറിയാത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ് അവിടെ എത്തുമ്പം അവർ കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നു. അവരുടെ ബോധമുണരുന്നു. അവർ തിരിച്ച് കൃഷ്ണന്റെ വഴിക്ക് വരാൻ തുടങ്ങി. ആ ഒരു ഷെയറിംഗ് ഒരു ജീവാത്മാവിനെ കോടി ജന്മങ്ങൾ കൊണ്ട് കൃഷ്ണനിലേക്ക് വഴിതിരിച്ചു വിടുന്നുണ്ട്. അതീന്ദ്രിയ സേവനമാണത് ഷെയറിംഗ്. അല്ലാതെ അമ്പിളിമാതാജിക്ക് വളരാനോ ഗുരുവായൂർ മഞ്ജരീസിന്റെ പേജിൽ ആളെ കൂട്ടാനോ അല്ല ഷെയറിംഗ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിരലിൽ നിന്ന് പോകുന്ന ഒരു ഷെയറിംഗ് കോടാനുകോടി ജന്മം എടുത്തിട്ട് പോലും കൃഷ്ണനിലേക്ക് തിരിയാത്ത ഒരു വ്യക്തിയെ തിരിച്ചുവിടുന്നുണ്ട് കൃഷ്ണനിലേക്ക്. ആലോചിച്ച് നോക്കണം. അപ്പൊ അതിന് പറയുന്ന പേരെന്താണ്? അതീന്ദ്രിയ സേവനം എന്നാണ് പറയുന്നത്. അങ്ങനെ അതീന്ദ്രിയ സേവനം ചെയ്യുന്ന ഒരാൾക്കും പരമാത്മാവിൽ ധ്യാനനിരതനായിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കും തമ്മിൽ വ്യത്യാസമില്ല. ഒരാളിവിടെ ഭഗവാന്റെ അതീന്ദ്രിയ സേവനം ചെയ്യുന്നു. ഷെയറിംഗ് 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 ഷെയറിംഗ്. ഇപ്പൊ ദിവ്യ മാതാജി മഞ്ജരീസിലെ കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നു, മെസ്സേജുകൾ നോക്കുന്നു, അവർക്ക് റിപ്ലൈ കൊടുക്കുന്നു, സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നു, യാത്രകളിൽ കൂടെ കൂടുന്നു. ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു രൂപയും മഞ്ജരീസിൽ നിന്ന് കൈപ്പറ്റുന്നില്ല. അവരുടെ മക്കളെയും അമ്മയും എല്ലാം അവിടെ വെച്ചിട്ട് പാവ ഇവിടെ വന്ന് മഞ്ജരീസിന്റെ സേവനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വല്ലപ്പോഴും അതിന് കിട്ടുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സാണ് അതിന്റെ ഉപജീവന മാർഗം. അമ്മയ്ക്ക് കിട്ടുന്ന കുറച്ച് പെൻഷൻ, ഇത് രണ്ടും വെച്ചിട്ട് അവരുടെ കുടുംബം വളരെ ദാരിദ്ര്യാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. എന്നിട്ടും അവരുടെ മുഖത്തെ ചിരി മായുന്നില്ല. അവർ ചെയ്യുന്നത് അതീന്ദ്രിയ സേവനമാണ്. മഞ്ജരീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഓരോരുത്തരും രാവിലെ ഉറങ്ങി എണീറ്റ് 3 മണി മുതൽ ആ കമ്മിറ്റിയിൽ എന്ത് ചെയ്യുന്നു? ഹരേ കൃഷ്ണ മഹാമന്ത്രം പോസ്റ്റ് ചെയ്യുന്നു. ഓരോ ഷെയറിംഗ് രേഖാമാതാജി നോക്കുന്നു. ഓരോ പേജ് എടുത്തിട്ട് 1K ആയോ 1K ആയോ 1K ആയോ. ആവാത്തത് അവർ വീണ്ടും 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 കുത്തിയിരുന്ന് പല ആളുകളിലേക്ക് എത്തിക്കുന്നു. ഓരോ സമയവും അവർ അലങ്കാര പൂജകൾ ഭക്തർക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു. കൃത്യമായി അമർജിത് പ്രഭു ഗാനമഞ്ജരി പോസ്റ്റ് ചെയ്യുന്നു. ഓരോരോ പോസ്റ്ററുകളും വിഷ്ണു റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ നിമിഷവും അവര് സിനി മാതാജി, ശ്രീലത മാതാജി, അതുപോലെ പ്രസന്ന മാതാജി, ജയന്തി അമ്മ, അങ്ങനെ എല്ലാവരും, അശ്വതി മാതാജി,
ഓരോരുത്തരും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ആരുടെയും പേര് ഞാൻ എക്സിക്യൂട്ടീവിൽ വിട്ടുപോയെന്ന് അറിയില്ല. ഓരോ നിമിഷവും അവർ മഞ്ജരീസിന്റെ കാര്യം ചെയ്തു. ഇത് മഞ്ജരീസിന്റെ അല്ല, ഇത് കൃഷ്ണാവബോധമാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ക്ലാസ്സുകളിൽ നിന്ന് അവർ ഓരോരോ തലങ്ങളിലേക്ക് ഉയരുന്നു. ആ ഷെയറിംഗ് വഴി, കൂടാതെ മഞ്ജരീസ് ഭക്തർ ഷെയർ ചെയ്യുന്നു. ആ ഷെയറിംഗ് വഴി ഓരോ വ്യക്തികളും ഭഗവാനിലേക്ക് അടുക്കുന്നു. ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുന്നു. ആ ലൈവ് ഒന്ന് കാണണേ. ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ലിങ്ക് പാസ് ചെയ്ത് പോകുന്നു. ഓരോ ഭക്തർ ചെയ്യുന്നത് വഴി അവർക്ക് എന്താണ്? ജപിക്കാൻ സമയം കിട്ടുന്നില്ല, വായിക്കാൻ സമയം കിട്ടുന്നില്ല. ചടപട വീട്ടിലെ ജോലി ചെയ്യുന്നു, ബാഗും തൂക്കി ഓടുന്നു ജോലി സ്ഥലത്തേക്ക്, ജോലി സ്ഥലത്തിരുന്നും ഷെയറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഇവർ ചെയ്യുന്നത് അതീന്ദ്രിയ സേവനമാണ്. ഈ അതീന്ദ്രിയ സേവനം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു സൈഡിൽ അവർ ജപിക്കുന്നില്ല, വായിക്കുന്നില്ല, അവർക്കൊന്നിനും നേരം കിട്ടുന്നില്ല. ഇപ്പുറത്തെ സൈഡാണെങ്കിലോ പരമാത്മാവിൽ ധ്യാന നിരതനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി സദാ കൃഷ്ണനെ ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗീതയിൽ പറയുന്നു ഈ രണ്ടു പേർക്കും തമ്മിൽ വ്യത്യാസമല്ലാണ്. ഷെയറിങ് ചെയ്ത് സേവനം ചെയ്യുന്നവർ വിചാരിക്കും ഈശോ എനിക്ക് വിളക്ക് വെക്കാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, ജപിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഭഗവാൻ പറയുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയും ഇവിടെ എന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പുറത്തെ വ്യക്തിയും തമ്മിലൊരു വ്യത്യാസവും ഇല്ല. രണ്ടുപേരും അതീന്ദ്രിയ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്തിരസാമൃത സിന്ധുവിൽ ശ്രീല രൂപഗോസ്വാമി പറയുന്നുണ്ട്, ഇത് ഊന്നി പറയുന്നുണ്ട്, ഉറപ്പ് തരുന്നുണ്ട്. എന്താ പറയുന്നത്? കൃഷ്ണാവബോധമാർന്ന യോഗി ഭൗതിക ജീവിതത്തിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും, കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഭൗതിക ലോകത്തുള്ള പല പല കാര്യങ്ങളിൽ ഇരുന്നാലും സദാ കൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പാദ നമസ്കാരം സിനി മാതാജി, നിങ്ങളൊക്കെ അതീന്ദ്രിയ സേവനം ചെയ്യുന്ന വ്യക്തികളാണ്. എന്താ പറയുന്നത്? ഭൗതിക സേവന ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, കൃഷ്ണാവബോധം ഉള്ളിലുള്ള ഒരു വ്യക്തി ഈ ഭൗതിക ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും എന്താ പറയുന്നത്? അവൻ സദാ കൃഷ്ണനിൽ സ്ഥിതി ചെയ്യുന്നു. മനസ്സിലായോ ആ പറഞ്ഞതിന്റെ അർത്ഥം? കൃഷ്ണാവബോധം ഉള്ളിലുണ്ടെങ്കിൽ ആ വ്യക്തി ഈ ലോകത്ത് എന്തെല്ലാം ജോലികൾ ചെയ്താലും ശരി, തെറ്റായ ജോലി ചെയ്യണമെന്നല്ല കേട്ടോ പറയുന്നത്, ആ വ്യക്തി എന്താ ചെയ്യുന്നത്? കൃഷ്ണനിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിഖില സ്വഭ്യവാവസ്തു ജീവൻ മുക്തഃ സ ഉച്യതേ. എപ്പോഴും കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഭഗവത് ഭക്തന് മുക്തി സ്വയം വരുന്നു. മുക്തിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, സ്വയം മുക്തി വരുന്നു എന്നാ പറയുന്നത്. സ്വയം മുക്തി വരുന്നു. കൃഷ്ണാവബോധം ഉള്ളിലുള്ള വ്യക്തിക്ക് സ്വയം മുക്തി വരുന്നു എന്നാ പറയുന്നത്. നാരദ പഞ്ചരാത്രത്തിലും അത് പറയുന്നുണ്ട്. കൃഷ്ണാവബോധം ഉള്ളിലുണ്ടോ നിനക്ക് ഓട്ടോമാറ്റിക്കലി മുക്തി വരും. നീ അതീന്ദ്രിയ സേവനം ചെയ്യുന്നുണ്ടോ? ഭഗവാൻ അത് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല അല്ലെ, പക്ഷെ ഭഗവാൻ കാണുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? എന്റെ കാര്യങ്ങൾ ആ കുട്ടി പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ത്രീ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ മാതാജി പറയുമ്പോൾ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ, കാരണം പലരും ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ് നീ ചെയ്യുന്നത്, ഷെയറിങ്. ആ ഷെയറിങ്ങിലൂടെ എന്നെ മറന്നുപോയ പല ജീവാത്മാക്കളും എന്നിലേക്ക് തിരിച്ചെത്തുന്നു. അത് ആർക്ക് വേണ്ടി അപ്പാ ജോലി ചെയ്യുന്നത്? ഭഗവാന് വേണ്ടി. അതുകൊണ്ടാണ് അതിന് അതീന്ദ്രിയ സേവനം എന്ന പേര് വന്നത്. മനസ്സിലാവുന്നുണ്ട്? നാരദ പാഞ്ചരാത്രത്തിലും പറയുന്നുണ്ട്, ഭക്തിരസാമൃത സിന്ധുവിലും പറയുന്നുണ്ട്. ദിഖാലാധ്യന ചിന്തനെ കൃഷ്ണേ ചേതോ വിദായ ച തന്മയോ ഭവതി ക്ഷിപ്രം ജീവോ ബ്രഹ്മാണി യോജയേത് എന്നാ പറയുന്നത്. സർവവ്യാപിയായിരിക്കുന്ന, ദേശകാലാതീതനുമായിരിക്കുന്ന, അതായത് ദേശവും കാലവും നേരവും സമയവും ഒന്നുമില്ല, ആകാശത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കൃഷ്ണന്റെ അതീന്ദ്രിയ സ്വരൂപത്തിൽ, ഭഗവാന്റെ ആ ഒരു അതീന്ദ്രിയമായിരിക്കുന്ന ശംഖുചക്ര ഗദാപത്മത്തോടു കൂടിയിരിക്കുന്ന ആ രൂപത്തിൽ ശ്രദ്ധ വെക്കുന്ന ഒരു വ്യക്തിക്ക് കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിക്കൊണ്ട് ദിവ്യമായിരിക്കുന്ന ഭഗവത് സാന്നിധ്യത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? സർവവ്യാപിയായിരിക്കുന്ന, എല്ലാ ലോകങ്ങൾക്കും മുകളിലിരിക്കുന്ന കൃഷ്ണന്റെ ആ തിരുസ്വരൂപത്തെ ഹൃദയത്തിൽ സ്ഥാപിച്ച് കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്
ദിവ്യമായിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. അതൊരു കാറ്റായി വരാം, ഒരു മഴയായി വരാം, ഒരു തണുപ്പായി വരാം, ഒരു ആശ്വാസമായി വരാം. എത്ര വലിയ ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ട്, ചില സമയം നമ്മൾ അറിയാതെ കുറച്ചു നേരം ഉറങ്ങിപ്പോകും. ഭഗവാന്റെ കാരുണ്യമാണ്. കൃഷ്ണനെക്കുറിച്ച് സദാ ചിന്തിക്കാൻ ഒരു മാർഗം എന്താ? സർവ്വതിലും കൃഷ്ണനെ കാണും. മഴ പെയ്യുന്നു, കൃഷ്ണനെ ഓർക്കുക. പൂവിടരുന്നു, കൃഷ്ണന്റെ ശക്തി. നല്ല തണുപ്പിൽ ഒരു ചെറിയ ചൂട് വരുന്നു, കൃഷ്ണൻ നൽകുന്ന ആശ്വാസം. ഇങ്ങനെ സദാ കൃഷ്ണനെ സ്മരിക്കുക, കൃഷ്ണന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. അല്ലാതെ കാണുന്നവരെയും കേട്ടവനെയും ഒക്കെ ചീത്തയും പറഞ്ഞ് കുറ്റങ്ങളും പറഞ്ഞ് കുറ്റവും കുറവും പറഞ്ഞ് ഞാൻ 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 എന്ന ഭാവത്തിൽ നടക്കുന്നവനെ കൃഷ്ണൻ തൂക്കിയെടുത്ത് അങ്ങ് വെളിയിലിട്ടേക്കും. പോയി 10-20 ജന്മം കൂടി എടുത്തിട്ട് വരാൻ പറ്റും. അത് മനസ്സിലാക്കണം നമ്മൾ. യോഗചര്യയിലൂടെ സമാധിയുടെ പരമകാഷ്ഠയാണ് കൃഷ്ണാവബോധം. യോഗ വഴി പോവുകയാണെങ്കിലോ സമാധി ഇരിക്കും, നമ്മളിങ്ങനെ എല്ലാം ഡിസ്കണക്റ്റായി സമാധിയിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് എന്താണ്? യോഗയുടെ ഭാവത്തിൽ പോകുമ്പോൾ കൃഷ്ണാവബോധം. എല്ലാവരുടെയും ഹൃദയത്തിൽ കൃഷ്ണൻ പരമാത്മാവായി കുടികൊള്ളുന്നു എന്ന ബോധം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലും കൃഷ്ണൻ പരമാത്മാവായിട്ട് കുടികൊള്ളുന്നുണ്ട്. ആ ഒരു ബോധം നമുക്കുണ്ടായാൽ ആ ഒരു വ്യക്തി എന്ത് വിളിക്കും? നമ്മൾ യോഗി എന്ന് വിളിക്കും. ആ വ്യക്തി എന്ത് വിളിക്കും? യോഗി എന്ന് വിളിക്കും. ആ യോഗി എല്ലാ തെറ്റുകളിൽ നിന്നും പുറത്തു വരും. നാളിതുവരെ ജന്മജന്മാന്തരങ്ങളിലൂടെ ചെയ്ത സമസ്ത തെറ്റുകളിൽ നിന്നും ആ വ്യക്തി പുറത്തു വരും. മനസ്സിലാവുന്നു? ആ വ്യക്തിക്ക് അതിൽ തന്നെ ഇരിക്കാൻ പറ്റൂല. ഭഗവാന്റെ ഈ അചിന്ത്യ ശക്തിയെ പറ്റി ഗോപാലതാപനുപനിഷത്തില് പറയുന്നുണ്ട്. ഭഗവാന്റെ ആ ഒരു ശക്തി, സർവ്വതിലും കൃഷ്ണനെ കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി ആരോടും വഴക്കിടാൻ പോവില്ല. നമ്മൾ അങ്ങനെ വഴക്കിടാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവരിലുള്ള കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ് അവർ ചെയ്ത നന്മയെല്ലാം താഴ്ത്തി കെട്ടി നിങ്ങൾ 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 നീ 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 എന്നങ്ങോട്ട് ചൂണ്ടുമ്പോൾ ആ നീ എന്ന് പറയുന്ന വ്യക്തിയിൽ ആരിയ്ക്കുന്നു? കൃഷ്ണൻ ഇരിക്കുന്നു. ഭഗവാനെ ചേർത്താണ് നമ്മൾ അടിച്ചിടുന്നത്. അതിനേക്കാൾ വലിയ പാപം എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവര് സ്വയം താഴ്ന്നു പോകും. അതേസമയം ആരെന്ത് എങ്ങനെ ഏത് രീതിയിൽ കുറവുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരിൽ കൃഷ്ണനെ കാണാൻ സാധിക്കണം. ഇപ്പൊ നമ്മൾ തിരുപ്പതി പോയപ്പോൾ 1-2 ദിവസം നമുക്ക് രാവിലെ ബസ് വരാൻ കുറച്ച് ലേറ്റായി. പലരും എന്നോട് പറഞ്ഞു, മാതാജി അവരെ വഴക്ക് പറയണം, അവരെ വഴക്ക് പറഞ്ഞ ഒരു സമയത്ത് എത്താൻ പറയണം. ഞാൻ പറഞ്ഞില്ല. കാരണം എന്താ? അവരിൽ കൃഷ്ണനുണ്ട്. ദീപാവലി സെലിബ്രേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊരു കുടുംബമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ദീപാവലിയാണ്. ആ കുടുംബത്തോടൊപ്പം 10 മിനിറ്റ് അവർ ഇരുന്നാൽ 20 മിനിറ്റ് ഇവിടെ ചിലപ്പോൾ ലേറ്റായെന്നിരിക്കും. സ്വാഭാവികം അല്ലേ? അതിന് അവരെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല, ചെയ്യാൻ പാടില്ല. രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഇത്ര സമയത്ത് തിരിച്ചു വരണം, ഈ സമയത്തിനുള്ളിൽ എത്താമെന്ന് അദ്ദേഹം നമുക്ക് വാക്ക് തരുന്നില്ല. നമ്മളും അദ്ദേഹത്തോട് പറയുന്നില്ല എനിക്ക് 11 മണിയാകുമ്പോഴത്തേക്ക് റൂമിൽ കയറണമെന്ന്. അൺലിമിറ്റഡ് ടൈമാണ് അവർ തരുന്നത്. പല സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടി 1, 2, 3, 4, 5 മണിക്കൂർ ആ ഡ്രൈവർമാരെ കാത്തിരിക്കുന്നു. അവർ നമ്മളെ ഉപദ്രവിക്കുന്നില്ല. ലേറ്റായി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ടുപോകാതിരിക്കുന്നില്ല. അപ്പൊ അവര് കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ക്ഷമയോടെ നമ്മളും കാത്തു നിൽക്കും. നമ്മൾ വഴക്കിടാൻ പാടില്ല. അവരിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. കാരണം നമ്മളെവിടെയാ ഉള്ളത്? നമ്മുടെ നാടുകളിൽ 5 ദിവസം 6 ദിവസവും തിരുപ്പതിയിലെ മണ്ണിൽ നിൽക്കാനേ നമുക്ക് യോഗ്യതയുള്ളൂ. സ്ഥിരതാമസത്തിനുള്ള യോഗ്യതയില്ല. ആ തിരുപ്പതിയിലെ മണ്ണിൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യത കിട്ടിയവരാണ് അവര് ഭഗവാന്റെ മണ്ണിൽ, അല്ലേ? ആ വ്യക്തികൾ 5 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഭക്തരെയും കൊണ്ട് തിരുമല കയറുന്നവരാണ്. നമ്മൾ മാസം മാസം പോകുന്നുണ്ടെങ്കിൽ തിരുമല ദേവസ്ഥാനത്ത് ദിവസവും പോകുന്നവരാണ് അവര്. ആലോചിക്കണം. അപ്പൊ ഭഗവാന്റെ ചുറ്റുപാടുകളിൽ ജീവിക്കാൻ അർഹതപ്പെട്ട വ്യക്തികളാണ് അവര്. അവർക്ക് അതിനുള്ള യോഗ്യത കിട്ടിയവരാണ്. അവരോട് ഷൗട്ട് ചെയ്യാൻ നമ്മൾ ആളല്ല. നമ്മൾ നമ്മുടെ ഇത്താവട്ടത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ കടന്നുകൂടുന്നത്. ഞാനെന്ന ഭാവം, എനിക്ക് സമയമായി, ഞാൻ കൊടുത്ത കാശിന് അവർ വന്നില്ല, അരമണിക്കൂർ ലേറ്റായി, 10 മിനിറ്റ് ലേറ്റായി എന്ന് ഞാനെന്ന ഭാവത്തിൽ ചിന്തിക്കുമ്പോൾ കിട്ടുന്നതാണ്. എന്നാൽ അവരെന്ന ഭാവത്തിൽ മറിച്ച് ചിന്തിക്കുമ്പോഴെന്തായി? നമ്മളെക്കാൾ ഉയർന്നവരാണ് ആ ഡ്രൈവർമാർ, അല്ലേ? നമ്മളെക്കാൾ ഉയർന്നവരാണ്. ഭഗവാന്റെ ആ ഭൂമണ്ഡലത്തിൽ ഭഗവാൻ ഇരിക്കുന്ന ആ സ്ഥാനത്ത് അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്.
നമുക്ക് ആ സ്ഥലം കാണാൻ ഇനിയും പോകണം, നമ്മൾ ഇനിയും യാത്ര ചെയ്തു. ആലോചിക്കൂ, ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവരെ ഒരിക്കലും ഷൗട്ട് ചെയ്യരുത്, അവരെ നമ്മൾ നമസ്കരിക്കാൻ പഠിക്കണം. ഡ്രൈവർ എന്ന ലാഘവത്തിൽ താഴെ ഇടരുത്. അവരുടെ കഴിവായിരുന്നു 5 ദിവസത്തിൽ നമ്മൾ 21 ക്ഷേത്രങ്ങൾ ദർശിച്ചു. നമ്മൾ പലരും ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി, വണ്ടിയിൽ ഇരുന്നിട്ട് AC ഇട്ടുകൊണ്ട്. ആ സ്ഥലമെത്തി നമ്മൾ അവിടെ ഇറങ്ങി, ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാതെ ആ കൃത്യമായ സ്ഥലത്ത് നമ്മൾ എത്തിച്ചു അവര്. അപ്പൊ അവരിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ആളായോ? ആയിട്ടില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമ പാലിക്കണം. അതുകൊണ്ടാണ് എന്നോട് പലരും അവരെ വഴക്ക് പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറയാത്തത്. കാരണം എന്താ? നമുക്ക് അവരുടെ മഹത്വം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ കാശ് കൊടുത്തപ്പോൾ ഓടിച്ചു വന്ന ഡ്രൈവർ അല്ല അവൻ ഭഗവാന്റെ സന്നിധിയിൽ ജീവിക്കുന്നവനാണ്. അതിന് സാക്ഷാൽ തിരുപ്പതി ഭഗവാൻ അവന് പെർമിഷൻ കൊടുത്തവനാണ്. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ കാശ് കൊടുത്തെന്ന് പറയാൻ ബഹളം വയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇതിന് ഉത്തരം പറയാൻ വേറെ ആളുടെ നമ്മൾ നിൽക്കേണ്ടി വരും. അതും മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ വിഷയങ്ങളിലും ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. അത് കൃഷ്ണനെ കണക്ട് ചെയ്തുകൊണ്ട് ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ട്? കൃഷ്ണനെ കണക്ട് ചെയ്തുകൊണ്ട് ചിന്തിക്കാൻ പഠിക്കണം. പിന്നെന്താ പറയുന്നത്? എന്താ ഗോപാലതാപനുപനിഷത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകോ പിസൻ ബഹുധായോവബാധി. ഈശ്വരൻ ഏകനാണെങ്കിലും എണ്ണമറ്റ ഹൃദയത്തിൽ അനേകനായി വാഴുന്നുണ്ടെന്ന് സ്മൃതിയിൽ പറയുന്നുണ്ട്. ഭഗവാൻ ഒന്നേ ഉള്ളൂ, പക്ഷെ കോടാനുകോടി ജന്മങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാൻ ജീവിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, എത്രയോ ജനഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട്, പക്ഷെ ഭഗവാൻ ഒന്നേ ഉള്ളൂ. ഏക ഏവ പരോ വിഷ്ണു സർവവ്യാപീന സംശയ ഐശ്വര്യദ്രൂപമേഘം ച സൂര്യവത് ബഹുദേയധേ. ആലോചിച്ചു, വിഷ്ണു ഒന്നേ ഉള്ളൂ, എങ്കിലും അവിടുന്ന് ഉറപ്പായും സർവവ്യാപിയത്രേ. അദ്ദേഹം ഒറ്റ ഒന്നേ ഉള്ളൂ, പക്ഷെ സർവവ്യാപിയാണ് അദ്ദേഹം. ഏകരൂപമാണെങ്കിൽ കൂടിയും ആചിന്യ ശക്തി കൊണ്ട്, അതായത് ചിന്തിക്കുന്നതിന്റെയും അപ്പുറത്തുള്ള ശക്തി കൊണ്ട് അവിടുന്ന് എല്ലായിടത്തും എത്തുന്നുണ്ട്. ഹായ് ശരി, എല്ലായിടത്തും അദ്ദേഹം എത്തുന്നുണ്ട് അല്ലെ? ഒരേ സമയത്ത് നാനാ പ്രദേശങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്ന സൂര്യനെ പോലെ. സൂര്യൻ ഇവിടെയുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാ ഇന്ത്യയിൽ തുല്യമായിട്ട് സൂര്യനുണ്ട്, പക്ഷെ സൂര്യൻ ഒന്നേ ഉള്ളൂ. അതേപോലെയാണ് ഭഗവാൻ ഒന്നേ ഉള്ളൂ, പക്ഷെ ഒരുപാട് സ്ഥലത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ ആ തിരുസ്വരൂപത്തെ നമ്മൾ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ പഠിക്കണം. അങ്ങനെ സ്ഥാപിക്കാൻ സാധിച്ചാൽ എന്തായി? ആ വ്യക്തി കൃഷ്ണാവബോധത്തിലേക്കായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ കൃഷ്ണാവബോധത്തിൽ ജീവിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? മുക്തി ലഭിക്കും. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും ഒരാളെയും ചോദ്യം ചെയ്ത് നമ്മൾ എന്താ പറയാ, ഒരിക്കലും ഒരാളെയും നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കരുത്. പോരായ്മകൾ കൃഷ്ണനിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കൃഷ്ണനിലൂടെ നമ്മൾ ആ പോരായ്മകളെ എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് കൃഷ്ണല്ലേ ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്. അദ്ദേഹം നമ്മൾ വിളിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ കയറി ഇരിക്കുന്നില്ലേ? ഇനിയെങ്കിലും നമ്മുടെ ആ ഹൃദയത്തിൽ നിന്ന് ആ ശ്യാമസുന്ദര രൂപം പടിയിറങ്ങി പോകാതിരിക്കട്ടെ. അതിനായി കൃഷ്ണനെ ചേർത്ത് പിടിച്ച് ക്ഷമയോടെ ജീവിക്കാം അല്ലേ? ഇന്നത്തെ ക്ലാസ് കരഞ്ഞോ? ഞാനല്ല കേട്ടോ, ഇയാളാണ്. ഓക്കെ, ഇന്നിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വർക്കുണ്ട്. 3 മാസമായി ഞാൻ ഇവിടുന്ന് എസ്കേപ്പായിട്ട്. ഒന്ന് കുറച്ച് ചാനലിൽ പോയിട്ട് ജോലി ചെയ്യും. എത്താൻ ലേറ്റ് ആവുകയാണെങ്കിൽ നൈറ്റ് ക്ലാസ് ഉണ്ടാവില്ല, നേരത്തെ എത്തുവാണെങ്കിൽ ക്ലാസ് എടുക്കും. ഓക്കെ, നമസ്തേ. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും.
നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനുണ്ട്. ആ ഭഗവാൻ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. സദാ നിങ്ങളുടെ കൂടെ ഭഗവാൻ ഒരു നിഴലായി ഉണ്ട് എന്നുള്ള പരമസത്യം ആരും മറന്നു പോകരുത്. അതുകൊണ്ട് എല്ലാത്തിലും കൃഷ്ണനെ കാണും. കൃഷ്ണാവബോധത്തിൻ്റെ മൗലിക തത്വം മനസ്സിലാക്കുക. ഭഗവാന്റെ അതീന്ദ്രിയ സേവനം ചെയ്യുക. ഓക്കെ, നമസ്തേ. ഓം ശ്രീ മാത്രേ നമഃ. ഹരേ കൃഷ്ണ.